സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ ഒരു സെക്കൻഡ് രണ്ട് ഓരോ സൈഡിലേക്ക് വരുമ്പോ ഓരോ ഭംഗിയാണ് കാണുമ്പോ അല്ലെ. ഓരോ ബിൽഡിങ്ങിനും ഓരോ കളറാണ്. ഭൂമിനെ 3 പ്രാവശ്യം ചുറ്റി കഴിഞ്ഞാൽ അത്രയും കേബിളുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് ലോകത്തിലെ ആദ്യത്തെ മക്ഡോണൽസ് കയറിയിട്ട് കാപ്പി പിടിക്കാൻ പോവാ. നമ്മളിതാ മെയിൻ സ്ട്രീറ്റിലേക്ക് പതുക്കെ എൻ്റർ ചെയ്യാൻ പോകുന്ന സുഹൃത്തുക്കളെ ട്രംപ് ടവർ കണ്ടുകൊണ്ട് ആടുണ്ട് പറഞ്ഞ പോലെ അല്ലേ ബിൽഡിംഗ് ചെറുതായിട്ട് 40 മുതലൊക്കെ എന്റെ കാലിങ്ങനെ വെച്ചു അതൊക്കെ പിടിച്ചു കയറി. പേടിയില്ലാത്തവർക്ക് ഇതൊക്കെ സിമ്പിൾ പരിപാടിയാ. അങ്ങനെ നമ്മള് അങ്ങാകല നമ്മുടെ കിഡ്നി ബീൻ കാണാട്ടാ. അപ്പൊ നമ്മുടെ 103 എന്ന നിലയുടെ മേലെ നിൽക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ ചിക്കാഗോ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിക്കാഗോ ഡൗൺ ടൗൺ അടിക്കാൻ പോവാ. 2 ദിവസമായി നമ്മൾ വന്നിട്ട്, പക്ഷെ ഇതുവരെ അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും മഴയില്ലാത്തതിന് വലിയൊരു ഭാഗ്യം. നമ്മളിന്ന് ചിക്കാഗോ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ്. ചിക്കാഗോ പട്ടണം കാണണം, ആ ബിൽഡിങ്ങുകൾ കാണണം, ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളൊന്നായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിന്ന് നിറവേറ്റാൻ പോണ് വിത്ത് ജോജി പവറല്ലേ നമുക്ക്. അപ്പൊ ഇന്ന് നമ്മുടെ പ്ലാൻ നമ്മൾ ചിക്കാഗോ വില്ലേജ് ടവർ കാണുന്നുണ്ട്. ഹേ മാർക്കറ്റ്, അതായത് വിപ്ലവ സമരം ആദ്യമായിട്ട് തുടങ്ങിയ ചിക്കാഗോയിൽ നിന്നാണ്. അവിടെ നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ തൊഴിലാളി ദിനമൊക്കെ തുടങ്ങിയത് അവിടെ ദിനം ഷെഡ് അക്വേറിയം ഉണ്ട്. പിന്നെ നമ്മള് കിഡ്നി ബീൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള സംഭവം ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കയറി അടിക്കും. അതെ, ഇന്ന് നമ്മൾ ഫുൾ അടിക്കും. അപ്പൊ നമ്മൾ കപ്പിത്താനോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർക്കിംഗ് പരിഗണന നമുക്ക് വേണം അല്ലേ. നമ്മുടെ വണ്ടിയിലാണ് നമ്മൾ പോകണം. നമ്മുടെ വണ്ടി നോക്കി ആക്കിണ്ട് പോ, കുഴപ്പമൊന്നുമില്ല. ലെറ്റ്സ് ഗോ. ഇത് ഫുൾ ഇലക്ട്രിക്കൽ അല്ലേ? മുമ്പിൽ തന്നെ സ്ക്രീൻ ഉണ്ടല്ലോ. ആന്റണി എന്ന് പറഞ്ഞോ, ഇതൊക്കെ ടച്ച് അല്ലേ? ഇതിനെത്ര ഇതിന് ചാർജിങ് എത്ര മൈലേജ് കിട്ടും? 300-320 മൈൽ. നമ്മള് സാധാരണ 330 ആ ഒരു കാറ്റഗറി അല്ലേ? ശരിക്കും ഇപ്പൊ വലിയ 500 കിലോമീറ്റർ ഒക്കെ പോണ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇവിടെ ലൂസിഡ് എന്ന് പറഞ്ഞ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു നല്ലൊരു ലക്ഷറി വണ്ടിയാണ്. ഒരു 520 മൈൽ റേഞ്ച് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഭീമ വണ്ടിയാന്ന് തോന്നുന്നു. അതെ അതെ, നല്ലൊരു ഫെറാരി ടച്ച് ഉണ്ട്. പോഷ് ലുക്ക് ആണ് ആ വണ്ടി. അതിന്റെ ഇൻസൈഡ് ക്വാളിറ്റിയും അതുപോലെ ലക്ഷറിയാണ്. ടെസ്ല എന്ന് പറയുന്നത് ഇൻസൈഡ് ഒക്കെ ഒരു ചീപ്പ് ലുക്ക് ആണ്. എന്ന് പറയാൻ പ്രീമിയം ലുക്ക് ആണ്. പൈസന്റെ അത്ര അധികം പുതിയ ഒരു 87,000 ആണ് അവർ സ്റ്റാർട്ടിംഗ് റേഞ്ച്. അമേരിക്കൻ കമ്പനിയാണോ? അമേരിക്കൻ കമ്പനിയാണ്. അത് ബാക്കപ്പ് ചെയ്തിരിക്കുന്നത് സൗദിയാണ്. ഫുൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്നേഴ്സ് സൗദിയാണ്. 50% സൗദി ഗവൺമെന്റ് ആണ് ബാക്കപ്പ് ചെയ്തത്. അമേരിക്കൻ കമ്പനിയാണോ മാനുഫാക്ചർ? അമേരിക്കൻ കമ്പനിയാണ്. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി? 17,000 കിലോമീറ്റർ. 17,500. ഇത് ഫുള്ള് നാവിഗേഷൻ ഒക്കെ സംഭവം പവർ ആണല്ലേ? ഇത് ഫുള്ള് വണ്ടിയാണ്. ഇത് മസാജ് സീറ്റിംഗ്, മസാജിങ് വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ള മസാജ്, മൊബിലൈസേഷൻ മസാജ്, ആക്റ്റീവ് മസാജ്, റിലാക്സേഷൻ, വേവ് മസാജ് അടിക്കുന്നില്ലേ? വളരെ അധികം സ്മെല്ല് വരും. നമ്മളെ തുണി അലക്കുന്ന സാധനത്തിന്റെ പേര് കണ്ടിട്ടുള്ള കംഫർട്ട്. ഇതിനുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ട് അല്ലേ? അത് നമ്മള് ഇടയ്ക്ക് ഇതാക്കണ വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ നമുക്ക് സ്ട്രോങ് സ്മെല്ല് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒന്ന് ഓൺ ചെയ്യും. അപ്പൊ സ്മെല്ല് വരുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്നാണല്ലേ? അപ്പൊ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്മെല്ലോടെ വരില്ല. എന്തായാലും നല്ലൊരു ഐഡിയ ഉള്ളതാണ്. നമ്മളിപ്പോ പോണതേ ലോകത്തിലെ ആദ്യത്തെ മാക്ഡൊണാൾഡ്സിലേക്കാണ്. ആദ്യമായിട്ട് തുടങ്ങിയത് ഈ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത്രയും വർഷങ്ങളായിട്ട് മാക്ഡൊണാൾഡ്സ് നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും ആദ്യത്തെ മാക്ഡൊണാൾഡ്സിന്റെ ഷോപ്പിൽ കയറിയിട്ട് ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി ജോജി പോറല്ലേ? അതെ, ഇത് ഷിക്കാഗോ ഡെസ്പൈൻസിലാണ് ലോകത്തിലെ ആദ്യത്തെ മാക്ഡൊണാൾഡ്സ്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന മക്ഡൊണാൾഡ്സ് അവര് ഒരു 5-6 വർഷം മുമ്പ് റിനോവേറ്റ് ചെയ്തു. പക്ഷേ ഈ ബിൽഡിംഗ് അല്ല, ഈ ലാൻഡിൽ തന്നെയായിരുന്നു മക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കാണാണ്ട് മക്ഡൊണാൾഡ്സ് ഇട്ടത് വേറെ കാര്യം. നമ്മള് ലോകത്തിലെ ആദ്യത്തെ മക്ഡൊണാൾഡ്സ് കയറിയിട്ട് കാപ്പി പിടിക്കാൻ പോവാ. ആദ്യം തന്നെ വെടി പൊട്ടിക്കണത് ഹെവിയാ. ചിക്കാഗോ എപ്പിസോഡ് പിടിക്കാൻ പോണത് അല്ല പോറല്ലേ? പിന്നെ അപ്പൊ നിങ്ങളില് പലരും വിചാരിക്കും കാലിഫോർണിയയിലല്ല മക്ഡൊണാൾഡ്സ് തുടങ്ങിയ ഇവിടെ അല്ലല്ലോ എന്ന്. പക്ഷെ ഈ മക്ഡൊണാൾഡ്സിന് പ്രത്യേകത ഉണ്ട് ചോദിച്ചേട്ടാ.
ഇതാണ് അമേരിക്കയിൽ ആദ്യമായിട്ട് മക്ഡൊണാൾഡ്സ് അവർ ബ്രാൻഡഡ് ആയിട്ട് ഈ ലോഗോ വെച്ചിട്ട് ഒഫീഷ്യലി തുടങ്ങിയിരിക്കുന്നത്. ലോഗോ വെച്ചിട്ട് നമ്മൾ ആദ്യം റെസ്റ്റോറന്റിലൊക്കെ മക്ഡൊണാൾഡ്സ് തുടങ്ങി, പക്ഷേ ഒരു ബ്രാൻഡിങ് ചെയ്ത ഒരു ചെയിൻ മാർക്കറ്റ് ആയിട്ട് തുടങ്ങിയപ്പോൾ ഉള്ള ആദ്യത്തെ റെസ്റ്റോറന്റ്. ഒരു 10 വർഷം മുമ്പ് വരെ ഇതിന് വേറൊരു രൂപവും അതായിരുന്നു. എല്ലാ മക്ഡൊണാൾഡ്സിന്റെ പോലെ ആക്കിയവരല്ലേ? അതെ, ഇപ്പൊ അവർ റിനോവേറ്റ് ചെയ്ത് ഫുള്ളി ബ്രാൻഡ്. 40,000 സ്റ്റോറുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ചെയിൻ ബ്രാൻഡിലേക്കാണ് നമ്മളൊന്ന് കയറി പോകുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കാന്ന് അറിയില്ല, 69 മില്യൺ ജനങ്ങൾ ഡെയിലി മക്ഡൊണാൾഡ്സ് ഉപയോഗിക്കുന്നുണ്ട് 100ലധികം രാജ്യങ്ങളായിട്ട്. 40,000 ഔട്ട്ലെറ്റുള്ള ഒരു കമ്പനി. ആലോചിക്കാൻ പറ്റുമോ? അതിന്റെ ഹിസ്റ്ററി എഴുതില്ല. ദ നാഷണൽ ചെയിൻ ഓഫ് മക്ഡൊണാൾഡ്സ് വാസ് ബോൺ ഓൺ ദി സ്പോട്ട് വിത്ത് ദി ഓപ്പണിംഗ് ഓഫ് ദി റെസ്റ്റോറന്റ് ഓൺ 1955. റേയെ ക്രോ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ ഫൗണ്ടർ കേട്ടോ. ഇത് 1940 ഇതിന്റെ പരിപാടി തുടങ്ങിയെങ്കിലും ഇതിങ്ങനെ ഒരു ശൃംഖല അയക്കണത് 1955 കേട്ടോ. ഏകദേശം 60-65 വർഷമായി, 70 വർഷമായി. അത്രയും രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. മലയാളികൾക്കുപരി ലോകത്തിലെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും ഓൾറെഡി ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞവര് ആദ്യം എന്ത് വേണമെന്ന് ചോദിച്ചാൽ മക്ഡൊണാൾഡ്സിലെ ഫ്രൈസ് വേണമെന്നാണ് ആദ്യം. അതെ അതെ, വേറെ ബ്രാൻഡുകൾക്കൊന്നും അത്രയും പോപ്പുലാരിറ്റി ഇല്ല. അതായത് നമ്മൾ ചിക്കാഗോയിലൊന്ന് ഫിനിഷ് ചെയ്യാൻ പോവാം, ആ ഒരു ആഗ്രഹം. ഒരു ജാഗുർ അല്ല, ഒരു പട്ടിയാന്നുള്ളേ. എന്നിട്ട് ഇതിന്റെ കമ്പനിയുടെ പേര് ഗ്രേഹൺ. ഇതെന്തൊരു സംഭവം? ഒരു ഇൻഡസ്ട്രിയിൽ പോകുന്ന ബസ്സാണ്. അമേരിക്കയുടെ എല്ലാ ഭാഗത്തോട്ടും ഇവർക്ക് ബസ് കണക്ഷൻസ് ഉണ്ട്. ഇത് ടെക്സസ് വണ്ടി കേട്ടോ. ടെക്സസ് ഇവിടെ നമുക്ക് ഫ്ലൈറ്റിലും ട്രെയിനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബസ്സിൽ ഇതേപോലെ പിടിക്കാന്നല്ലേ? നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ പോകുന്ന പോലത്തെ ബസ്സിൽ എത്ര സമയം എടുക്കും ടെക്സസ് നിങ്ങൾ എത്താൻ? ഏകദേശം ഒരു 10, 14, 15 മണിക്കൂറൊക്കെ എടുക്കും. ഉണ്ടെങ്കിൽ ഇവിടെ എത്തും. ഇന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് എത്താം. അങ്ങനെ എനിക്ക് വേണത് ഈ ബസ്സും ഫ്ലൈറ്റും ഒന്നും കിട്ടാത്ത ആൾക്കാർ അങ്ങനെ പിടിക്കുന്നാവല്ലേ കുറെയൊക്കെ? അത് അമേരിക്കയിലെ പ്ലെയിനെ കയറി യാത്ര ചെയ്യാൻ പേടിയുള്ളവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ബസ്സിലാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. പിന്നെ ഇല്ലീഗൽ എമിഗ്രൻസ് ഒക്കെ, ഐഡന്റിറ്റി കാണിക്കാൻ ഇല്ലാത്തവരൊക്കെ ഇതിലാണ്. നമ്മള് ഇത്രയും നാള് യാത്ര ചെയ്തു I-90 എന്ന് പറഞ്ഞ ഹൈവേ കൂടെ നമ്മള് യാത്ര ചെയ്തു. പക്ഷെ നമുക്ക് അറിയാത്ത ഒരു സംഭവം ഉണ്ട്. അതിപ്പോ ജോജാനം പറഞ്ഞെടുത്ത്. I-90 എന്ന് പറയുന്നത് അമേരിക്കയിലെ ലോങ്സ്റ്റ് ഹൈവേ ആണ്. ഏകദേശം 3800 മൈല് സിയാറ്റില് തുടങ്ങിയിട്ട് ബോസ്റ്റണിൽ അവസാനിക്കുന്ന ഒരു ഹൈവേ ആണ്. അമേരിക്കയെ കീറി മുറിച്ചുകൊണ്ട് പോകുന്ന ഒരു ഹൈവേ ആണ്. മനോഹരങ്ങളായ അനേകം സ്ഥലങ്ങളിൽ കൂടെ വയോമിങ്, മോണ്ടാന, ഐഡഹോ ഇതൊക്കെ അടിച്ചു വരുന്ന ഞങ്ങൾ ഏകദേശം 90 അതിപ്പോ ഇങ്ങനത്തെ ഒരു വലിയൊരു ഹൈവേ എന്നുള്ള കേസ് ഇവിടെ വന്നപ്പോ പറഞ്ഞേട്ടാ, വന്നപ്പോ പറയണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അതൊരു അറിവായിക്കോട്ടെ. അമേരിക്കയിലെ ഏറ്റവും വലിയ ഹൈവേ I-90 ലോങ്സ്റ്റ്. അപ്പൊ 90 94 കൂടെയാണോ സംഗമിക്കുന്നത്? ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് ഇവിടെ വന്ന് ചേർന്നിട്ട് കുറച്ചു നേരം ഈ രണ്ട് റോഡ് ഒന്നിച്ച് പോയിട്ട് വീണ്ടും സ്പ്ലിറ്റ് ആവും. 94 വേറെ റൂട്ടിൽ പോകും, 90 നേരെ ബോസ്റ്റൺ വരെ പോകും. അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്ന് ആ ചിക്കാഗോ നഗരം നമ്മള് കാണാൻ പോവാം. നമ്മളെ നേരെ മുമ്പില് അങ്ങകലെ ആ ചിക്കാഗോ നഗരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സഫാരിയിൽ കണ്ട പോലെ അമ്പലച്ചുംബികളായ ബിൽഡിങ്ങുകളെ കാണാനായിട്ട് നമ്മൾ പോവാണ്. ടീം ട്രാവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലോചിക്കാൻ പറ്റൂ, ഒരു പ്രത്യേക സന്തോഷമുണ്ട്. വീഡിയോയ്ക്കും യൂട്യൂബിനേക്കാൾ അപ്പുറം നമുക്ക് അതിനൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ കാണാൻ പോകണ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഏകദേശം ചോദിക്കാം. അപ്പൊ ആ കാഴ്ചകളിലേക്ക് നമ്മൾ ഇനി കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി കുറച്ച് എപ്പിസോഡുകൾ ചിക്കാഗോളത്തെ നമ്മൾ ഒരുപാട് മലയാളികൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. ഒരുപാട് മലയാളികൾ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ജോലി എടുത്ത് അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള വേതനം കൊണ്ട് ജീവിക്കുന്നുണ്ട്. കുറെ മില്യനേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ജീവിതം നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ജീവിതത്തിന് നമ്മളൊരു ചിക്കാഗോ കേരള ലൈഫ് സ്റ്റൈൽ എന്നുള്ള അങ്ങനത്തെ ഒരു മൂഡിൽ നമ്മളൊരു സീരീസ് തന്നെ ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട്. അതിലെന്തൊരു ചെയ്യാം നമുക്ക്? തീർച്ചയായിട്ടും അതൊരു നല്ല കൺസെപ്റ്റ് ആയിരിക്കും. അതെ, അപ്പൊ ചിക്കാഗോയിലെ മലയാളി ജീവിതം എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതില് ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം, ഇവിടുത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസ്, എങ്ങനെ ഇവിടെ വന്നു, എങ്ങനെ ഇവിടെ ജോലി എടുക്കാം, എങ്ങനെ ജോലി മേടിക്കാം, നാട്ടിൽ നിന്ന് എങ്ങനെ വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരവും പിന്നെ ഇവിടുത്തെ സ്റ്റോറികളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ഈ എപ്പിസോഡ് മുതൽ അങ്ങനെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് ചിക്കാഗോയിലെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള നമ്മൾ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ അമേരിക്കൻ സീരീസുള്ള എവിടെ ബിൽഡിംഗ് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബിൽഡിങ്ങുകളുടെ ഉള്ളിലേക്കാണ് നമ്മളിനി പോണത്. പിന്നെ എല്ലാത്തിനുപരി നമ്മൾ ചിക്കാഗോ സംഭവങ്ങളാണെന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ എപ്പോഴും ഓരോ രീതിയിൽ വെടിവെപ്പുകളും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലേ ചേട്ടാ? അമേരിക്കയിലെ ക്രൈം റേറ്റില് നല്ലൊരു ക്രൈം റേറ്റ് ഹിസ്റ്ററി ഉള്ള സിറ്റിയാണ് ഷിക്കാഗോ. അത് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ, ഏത് ഏരിയയിൽ നമ്മൾ താമസിക്കുന്നതിന്റെ അനുസരിച്ചിരിക്കും. എന്നും ഈ പറഞ്ഞ പോലെ വെടിവെപ്പായിട്ട് ആൾക്കാർ മരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? ഷിക്കാഗോയില് സൗത്ത് സൈഡില് ഒത്തിരി മരണങ്ങൾ സംഭവിക്കാറുണ്ട്. അതെ, ഈ പോസിറ്റീവിനൊപ്പം നെഗറ്റീവ് ഉണ്ട് സൈഡില്. എപ്പോഴും എല്ലായിടത്തും ഉള്ള പോലെ ഷിക്കാഗോയിലുണ്ട്. ഷിക്കാഗോ മോശമല്ല, സ്വല്പം കൂടുതലാണെന്ന് മാത്രമല്ലോ. ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഏത് ഏരിയയിൽ താമസിക്കുന്നു പറഞ്ഞ പോലെ. അതെ അതെ അതെ. എന്തായാലും സൗത്ത് സൈഡിൽ നിന്ന് നമ്മൾ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഡാർക്ക് എപ്പിസോഡ്
ബ്രാഞ്ചുകൾ നമുക്ക് കാണിക്കാം അല്ലെ? അതെ, നമ്മുടെ മലയാളീസിന് ഒത്തിരി ആ ഭാഗത്തൊക്കെ കടകളും ഒക്കെ ബിസിനസ്സും ഒക്കെ ചെയ്യുന്നവരുണ്ട്. നമ്മളെ ആൾക്കാരൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊന്നും ഒരു ഡേഞ്ചർ ഒന്നും ഇല്ല. ഒരു വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മുടെ ആ സ്വപ്ന നഗര ദാസന്റെയും വിജയന്റെയും ആ പട്ടണത്തിലേക്ക് നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ചിക്കാഗോ ഡൗൺ ടൗൺ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും ചേട്ടാ? 2 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? 2-3 ഉണ്ടാവും അല്ലെ? 3 കിലോമീറ്റർ എടുക്കും. പതുക്കെ എടുത്തോണ്ടിരിക്കട്ടാ. ഇത് നല്ല ഫോഗിയാന്ന് തോന്നുന്നു അല്ലെ? മഴക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും മഴ പെയ്യാത്ത വലിയൊരു ഭാഗ്യട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല. നമ്മള് മിനിയാപോളിസിൽ പോയപ്പോ കണ്ടില്ലേ, ഒന്നും കാണാൻ പറ്റില്ല നമുക്ക്. നമ്മുടെ ഏകദേശം സെൻട്രൽ ഭാഗത്ത് നമുക്ക് കാണാം വില്ലീസ് ടവർ കാണാണ്ടാ. ഒരു കാലത്ത് 10-25 വർഷങ്ങള് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നത്. നമുക്കതിന്റെ അടുത്തേക്ക് അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം അല്ലേ ചേട്ടാ? എത്രയോ നാളെ റെക്കോർഡ് അവര് ഇപ്പൊ ബുർജ് ഖലീഫ ആണെങ്കിലും പണ്ട് കാലത്ത് കുറെ നാളല്ലേ, 1975 തൊട്ട് 25 വർഷത്തോളം 2000 ആണ്ട് വരെ അതെ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ബിൽഡിംഗ് ആയിരുന്നു. അതിനുശേഷം ആണ് ട്വിൻ ടവർ, ന്യൂയോർക്കിലെ ട്വിൻ ടവർ വന്നു. വേൾഡ് ട്രേഡ് സെന്റർ അത് കൈക്കലാക്കി. അതിനുശേഷം മലേഷ്യയിലെ ടവർ വേൾഡിൽ ടോളസ്റ്റ് ആയി. ബുർജ് ഖലീഫ വേൾഡ് നമ്പർ 1 ആയി. 75 മുതൽ 2000 വരെ അല്ലേ? അതെ അതെ. വേൾഡ് ട്രേഡ് സെന്ററിലെ അറ്റാക്ക് സമയത്ത് ഈ സിഎസ് ടവറും അവര് പ്ലാൻ ഇട്ടിരുന്നു. അത് മാത്രം അടിച്ചോളൂ. അതും ഇത് ഈ വില്ലീസ് ടവറിന് മുമ്പത്തെ പേര് സിഎസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു നേരത്തെ ഇത് ഓൺ ചെയ്ത് ഏകദേശം 2010 വരെ. അതിനുശേഷം വില്ലീസ് എന്ന് പറഞ്ഞ കമ്പനി ഇത് മേടിച്ചു. ഇപ്പൊ ഇത് വില്ലീസ് ടവർ എന്നാണ് അറിയപ്പെടുന്നത്. എടുക്കണല്ലേ? ഇവിടെയൊക്കെ അങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിരിക്കണ്ട. നമ്മളങ്ങനെ പ്യുവർ സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ഷിക്കാഗോ ഒരു മഹാനഗരമാണ്. എത്രയോ വർഷത്തെ ഹിസ്റ്ററി പറയാണ്ടെന്ന് അറിയോ ഇനി അല്ലേ? പാലൊക്കെ ചെറിയ തുരുമ്പായിട്ടാണ് കേട്ടും. റൈഡുകൾ പാലത്തുമാ റെഡ് ഇത് കൊടുത്തപ്പോ അങ്ങനെ തോന്നണല്ലേ? ഇവിടുത്തെ ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളും വീടുകളുമാണ്. മിനിമം 100 വർഷം ഉണ്ടാവില്ലേ? മിനിമം 100 വർഷം. ഫ്ലാറ്റ് നോക്കിയാൽ നിങ്ങള് ബിൽഡിങ്ങിന്റെ ഒക്കെ ഭംഗി മാറി തുടങ്ങിട്ടോ. ടോപ്പിൽ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതൊക്കെ വലിയ വമ്പം പരിപാടിയാവില്ലേ? മില്യൺസ് ഒക്കെ ഉണ്ടാവുന്നുള്ളൂ ഇതിന്റെ ഉള്ളൊക്കെ താമസിക്കുന്ന. മില്യണേഴ്സ് ആണ് ഇതിനകത്ത് കൂടുതൽ ആർട്ടിസ്റ്റുകള്, പ്രൊഫഷണൽസ് ഒക്കെയാണ്. പിന്നെ ഈ സെലിബ്രിറ്റികൾക്ക് വലിയ ബിൽഡിങ്ങിൽ താമസിക്കാൻ ചെറിയ പേടി ഉണ്ടാവും. മറ്റേ അറ്റാക്കിയത് കാരണം വലുതുമ്പിക്ക് വലിയ ഒരു ഇത് കമ്പുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ നമ്മളിത് മെയിൻ ഇതിലേക്ക് കയറാൻ പോകണം. എന്തായാലും മെയിൻ സ്ട്രീറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതോട് പോർഷയുടെ ഷോറൂം കണ്ടുട്ടോ. അതിൽ നോക്കടാ, പോർഷയുടെ ഷോറൂം ലെഫ്റ്റ് സൈഡിൽ മെയിൻ റോഡിൽ തന്നെ ആദ്യത്തെ ലെവൽ കാണുന്നത് അങ്ങനെയാണ്. വണ്ടി ഇറക്കണ പോർഷയുടെ വണ്ടികൾ ഇറക്കണോണ്ടാ വണ്ടി ട്രക്ക് ചെയ്യുന്നത്. ഷിക്കാഗോയുടെ ഈ ഭാഗം അറിയപ്പെടുന്ന ലൂപ്പ് എന്നാണ് അറിയുന്നത്. ലൂപ്പ് ഈ ഒരു സ്ട്രീറ്റിനാണ്, ഈ ഭാഗത്തിനാണ്. ഈ ഭാഗത്ത് ഡൗൺ ടൗൺ ഏരിയയുടെ ഈസ്റ്റിലോട്ട് അറിയപ്പെടുന്ന ലൂപ്പ് എന്നാണ്. അങ്ങനെ എത്തി മക്കളെ. അമ്മേ ബിൽഡിങ്ങൾ കണ്ടുടങ്ങി. നമ്മള് ബിൽഡിങ്ങൾ കാണിച്ചില്ലാന്നൊരു പരാതി പറയാൻ പാടില്ലട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും ബിൽഡിങ്സ് ആൻഡ് ബിൽഡിങ്സ്. ചിക്കാഗോ റിവറിന്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. ഈ ബ്രിഡ്ജ് ചിക്കാഗോ റിവറിന്റെ മുകളിൽ കൂടെ ആണല്ലേ? ചിക്കാഗോ റിവർ നമ്മുടെ ബോട്ടിങ്ങും ക്രോസിംഗ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ അക്കരെ അന്ന് ഈ ബിൽഡിങ്ങൾ ഇങ്ങനെ വണ്ടിയിലൂടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലേ സിനിമയില്? ഓ, അതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇത് ഈ റോഡിന് അടിയിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അണ്ടർഗ്രൗണ്ട് ഉണ്ടോ? ആ, അത് ഇതുപോലെ തന്നെ പാരലോട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു. അതെ, അത് മറ്റേ തിരക്കുണ്ടാവില്ലല്ലേ? വലിയത് തിരക്കില്ല. അടികൂടെ വേറെ റോഡ് പോണപ്പോ അവരുടെ പവർ സിസ്റ്റം, ഇലക്ട്രിക് സിസ്റ്റം എല്ലാം അണ്ടർഗ്രൗണ്ട് അടികൂടെയാണ്. നമ്മളിത് നടന്ന് കാണണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കാണട്ടെ കൂടുതലും. നമുക്ക് നടന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു കിലോമീറ്റർ മുന്നോട്ട് അല്ലെങ്കിൽ ബാക്കിലേക്ക് നടക്കാം. പക്ഷെ നമ്മൾ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോൾ എല്ലാ ഭംഗിയും നമുക്ക് ശരിക്കും ഒപ്പിയെടുക്കാം. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് കേട്ടോ. മൊബൈലിൽ പോകുന്ന മാത്രം നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ ആൾക്കാർ സ്കൂളിൽ പഠിക്കുമ്പോ എത്രയോ ആൾക്കാർ പഠിച്ച സംഭവമാണ് നമ്മൾ ആ റൂട്ടിലൂടെ യാത്ര ചെയ്യണം. ചരിത്രത്തിന്റെ പിന്നാലെ പോകണം നമ്മളിപ്പോ. അതെ അതെ. ഷിക്കാഗോയെ പറ്റി ആദ്യമായിട്ട് ഒരുമാതിരിപ്പെട്ട മലയാളികളെല്ലാം കേൾക്കുന്നത് ബുക്കിൽ കൂടാണ്. ആ ബുക്ക് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തില് സ്വാമി വിവേകാനന്ദനെ പറ്റി ഒരു പാഠം ഉണ്ടായിരുന്നു. ആ പാഠത്തിൽ കൂടാണ് കൂടുതൽ മലയാളികളും ഷിക്കാഗോയെ പറ്റി കേൾക്കുന്നത്. 1893 സ്വാമി വിവേകാനന്ദൻ ലോക മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഷിക്കാഗോയിൽ വരുന്നത്. പുള്ളി ഒരു അതിഗംഭീരമായ ഒരു പ്രസംഗം പ്രസംഗിച്ചു. അമേരിക്കയിലെ എന്റെ സഹോദരന്മാരെ എന്ന് വിളിച്ചാണ് പുള്ളി അമേരിക്കക്കാരെ അഭിസംബോധന ചെയ്തത്. അമേരിക്കക്കാർക്ക് അതൊരു വലിയൊരു ഉണർവിന്റെ അനുഭവമായി പോയി. ഹിന്ദുയിസം, നമ്മുടെ നാട്ടിലത്തെ ഹിന്ദുയിസം ഇവിടെ ആദ്യമായിട്ട് പറ്റി പഠിപ്പിച്ചത് അല്ലെങ്കിൽ പറഞ്ഞതും പുള്ളിക്കാരനാണ്. 1990 ശേഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു.
അതിൽ കൂടിയാണ് പല മലയാളികളും 10ാം ക്ലാസ്സിലെ മലയാളം പുസ്തകത്തിലായിരുന്നു. അതിൽ കൂടിയാണ് പലരും ഷിക്കാഗോയെ പറ്റി അറിയുന്നതും. പുള്ളി അന്ന് കപ്പൽ കയറി വന്നതായിരിക്കും അന്നൊക്കെ. അതെ, അന്ന് കപ്പൽ കയറിയാണ് പുള്ളി വന്നത്. അതൊരു സംഭവം. അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് ഇന്ത്യൻ മഹാസമുദ്രമൊക്കെ ക്രോസ് ചെയ്ത് വരണമെങ്കിൽ പല ത്യാഗങ്ങളും സഹിച്ചാണ് പുള്ളി ആ സമയത്ത് ഷിക്കാഗോയിൽ വന്നത്. പുള്ളി എന്തെങ്കിലും സ്റ്റാച്ചു അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടാണോ നോക്കാലോ. ഇവിടെ മ്യൂസിയത്തില് കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് ശ്രമിക്കാൻ കാണാൻ പറ്റുമെന്ന് ശ്രമിക്കാം. എന്തായാലും ആരും അറിയാൻ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണോടാ. അല്ലേ നമ്മൾ ഈ വണ്ടി വന്നാലും നന്നായടാ. ഈ അമ്പലച്ചുംബികളായ ബിൽഡിങ്ങിനെ നമുക്ക് ഇങ്ങനെയും കാണാലോ അല്ലെ. അതൊരു ഭയങ്കര കാഴ്ചയാട്ടാ. ഈ ബിൽഡിംഗ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എന്തോ ഒരു വലിയ സംഭവം, പക്ഷെ പാർക്കിംഗ് ബിൽഡിംഗ് കേട്ടാ. ഏകദേശം $18 ഒരു മണിക്കൂറിനാണ് അതൊരു ദിവസത്തേക്കാണ് കേട്ടോ. ഒരു ദിവസത്തേക്കുള്ള റേറ്റ് ആണ് 18 രൂപ. അപ്പൊ വലിയ റേറ്റ് എന്ന് പറയാല്ലോ ശരിക്കും. ഒരു മണിക്കൂറായാലും പറഞ്ഞിട്ടാണോ? ഒരു മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 രൂപയ്ക്ക് കൊണ്ടുവരും. ഏകദേശം 800 ചില്ലാനം രൂപ നമുക്ക് ഒരു മണിക്കൂർ പാർക്ക് ചെയ്യാൻ ഇതിന്റെ ഉള്ളിൽ കൊടുക്കണുണ്ട് ഇവിടെ ഈ സിറ്റിയിലേക്ക് എത്തുമ്പോ. ഈ കാണുന്ന ഗാർഡനെ ഇത്രയും വലിയ സിറ്റിയില് അതിന് നടുക്കായിട്ട് ഈ ഗാർഡൻ അവർ അതിമനോഹരമായിട്ട് ഒരു ഗാർഡൻ ആണ്. ഇത്രയും ബിൽഡിങ്ങൾ മില്യൺസ് ഓഫ് ഡോളർ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ അതിനുള്ളൂ. പക്ഷെ അവരെ പച്ചപ്പ് നിർത്തിയിരിക്കുകയല്ലേ. ഫുള്ള് നിറച്ചും മരങ്ങളും ചെടികളും വെച്ച് അവർ നിറച്ചിരിക്കുകയാണ്. ഇവിടെ താമസിക്കുന്നവർക്കൊരു റിലാക്സേഷൻ, ഒരു നല്ലൊരു ആംബിയൻസ് അവർ സെറ്റപ്പ് ചെയ്യും. സ്ട്രെസ്ഫുൾ ലൈഫ് ആണെങ്കിലും സിറ്റിയിലെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഒത്തിരി റിലാക്സ്ഡ് ആയിട്ട് കാണുന്ന ഒരു ഗാർഡൻ ആണിത്. ഏറെ പ്രസിദ്ധമായിട്ടുള്ള ലേക്ക് മിഷിഗൻ ആണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ചിക്കാഗോ നഗരം ഈ ലേക്ക് മിഷിഗനാണ് നോക്കി നിൽക്കണം അല്ലേ. ഷിക്കാഗോയുടെ മധ്യഭാഗത്തായിട്ട് ഷിക്കാഗോ സിറ്റിയുടെ ചേർന്ന് കിടക്കുന്നതാണ് ലേക്ക് മിഷിഗൻ. ഈ ലേക്ക് മിഷിഗൻ ഇവിടെ നിന്ന് നേരെ കയറി മിഷിഗൻ സ്റ്റേറ്റ് മൊത്തം കാനഡ ബോർഡർ വരെ നിൽക്കില്ലേ. അതെ, ഇവിടുന്ന് മിഷിഗൻ, വിസ്കോൺസൺ, മിനസോട്ടയുടെ ചേർന്ന് അങ്ങ് ഓൾ ദ വേ അപ് ടു കാനഡയുടെ ഒരു ഭാഗം വരെ. ഇതിന്റെ ഏറ്റവും ടോപ്പ് കാനഡയുടെ അടിഭാഗമാണ് അല്ലേ. അതെ, നമ്മുടെ റൈറ്റ് സൈഡിൽ കടല് പോലെ കിടക്കണ ലേക്ക് മിഷിഗൻ. നോക്കി നിങ്ങള് കടലാന്ന് തോന്നിപ്പിക്കുമെങ്കിലും സൗത്ത് വെസ്റ്റിൽ നിൽക്കണ ഒരു പട്ടണം കൂടിയാണ് ചിക്കാഗോ ട്ടോ. നമ്മള് ലേക്ക് മിഷിഗന്റെ സൈഡിലേക്ക് പതുക്കെ അടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കാറ്റടിക്കുന്ന വായ കുഴയുണ്ട് ചെറുതായിട്ടുണ്ടോ. പഴയ ബോട്ടുകളൊക്കെ നോക്കിയാ റൈറ്റ് സൈഡില് അല്ലേ ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൂർ നടത്തുന്നുണ്ട്. അത് കാരണം ആ ഒരു പഴമൻ ലൈനിലേക്ക് കൊടുത്തിരിക്കുന്നത് അമ്യൂസ്മെന്റ് സെന്റർ ആണ്. അതിന് ഇത് കാണണം അല്ലേ. ലേക്ക് മിഷിഗൻ കാണാൻ നമ്മൾ പോകണം കേട്ടോ. കടല് പോലെ എടുക്കാട്ടോ. അതൊരു രസം. അവിടെ പാർക്കിംഗ് ഇൻസൈഡ് പാർക്കിംഗ് ഇല്ല. എന്നാൽ നിങ്ങൾ പോയി കണ്ടുപോവാ. ലേക്ക് മിഷിഗൻ ആലോചിക്കാൻ പറ്റും. നല്ല കാറ്റുണ്ട്, അധികം തണുപ്പില്ല. അതൊരു സമാധാനം. അങ്ങനെ നമ്മൾ ചിക്കാഗോയിലെ മാസ്മരിക കാഴ്ചകൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അതൊക്കെ ക്യാപ്റ്റൻ ഓൺ ദി ഹിൽ. ഇവിടെ വരുമ്പോൾ നമുക്ക് ടൂറ് പോവാൻ വാട്ടർ ടാക്സി ഉണ്ട്. നമ്മൾ കൊച്ചിയിലേക്കുള്ള പോലെ വാട്ടർ ടാക്സികള് പരിപാടികള് ഒരു ഹാപ്പനിങ് മൂഡാണ്. ഇപ്പൊ വിന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോണ കാരണം അധികം ഹാപ്പനിങ് ഒന്നും കാണാനില്ല കേട്ടാ. നീ വേറെ ശ്രദ്ധിച്ചാ എന്ത് നീറ്റാ നോക്കിയാലേ. ഒരു പ്ലാസ്റ്റിക്കിന്റെ അംശം പോലും ഇല്ലട്ടാ. ഇത്രയും വലിയ എന്താ പറയാ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ കേസാ പറയണട്ടാ. ഇത്രയും ബിൽഡിങ്സ് തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പച്ച കളറ് ഒരു തരി അഴുക്ക് കാണാനായിട്ടില്ല. അതെ അതെ. ഇനിയിപ്പോ ഇവിടെ നിന്ന് മാറുമ്പോ എങ്ങനെയാണെന്നറിയില്ല. ഇവിടെ ഇല്ലാട്ടോ. എന്തായാലും അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പഴയ ഒരു സെറ്റപ്പിലാണ്, സ്റ്റൈലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണട്ടാ. പാർട്ടി ബോട്ട്സ് ഒക്കെയാണ് ഔട്ട് ചെയ്തിട്ടേ വൈകുന്നേരം ഒരു പാർട്ടിയൊക്കെ നടത്താനായിട്ട് ബോട്ട് റെന്റ് ചെയ്യാം. ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്തായാലും നിങ്ങളോടും പ്രത്യേകം നന്ദി പറയണം. നിങ്ങൾ കാരണമൊക്കെയാണ് നമ്മള് ഇങ്ങനെ അമേരിക്കയിൽ വന്നതും ചിക്കാഗോയിൽ ഇങ്ങനെ നടക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം നിങ്ങൾ തന്നേട്ടാ. ഇവിടെ നോക്കുമ്പോ വേറെ മൂടണട്ടാ. വില പൊഴിഞ്ഞു തുടങ്ങി. നമ്മുടെ ഓട്ടം സീസൺ ഏകദേശം തീരാറായി. വിന്ററിനെ വരെ വെറ്റുകൊണ്ടിരിക്കണട്ടാ. ഇതിലിങ്ങനെ നടക്കുമ്പോഴേ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. കാറ്റും നമ്മുടെ മറൈൻ ഡ്രൈവിലും ഏകദേശം ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സൈഡ് ക്ലീൻ അല്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാനസികമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഫീൽ കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ ഇതൊരു ഫ്രഷ് വാട്ടർ ലേക്ക് ആയതുകൊണ്ട് തന്നെ ഉപ്പിന്റെ അംശങ്ങളൊന്നും ഇല്ല. അതിന്റെ ഒരു ഇതുണ്ട് അല്ലേ. ഉപ്പുണ്ടാവില്ലായിരിക്കാം. അതെ, പക്ഷെ നല്ല നീറ്റാണ് എല്ലായിടത്തും. അതെ അതെ അതെ. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങോട്ട് പതൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. നല്ല കാറ്റടിക്കാനും നല്ല തണുപടിക്കുന്നുണ്ടല്ലേ. തണുപ്പുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ നമ്മൾ ഇത് വന്ന സ്ഥലങ്ങളിലുള്ള സമാധാനമായിട്ടുള്ള തണുപ്പുള്ള. ഈ ആകാശത്തിന് ഇരുന്ന് നിൽക്കണതിനും ഭംഗിയുണ്ടാ. ഒരു ചെറിയ മേഘങ്ങൾ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കണായിരുന്നേ. പ്യുവർ ബ്ലൂ ആയിരുന്നില്ല. ഇവിടെ കുട്ടികൾ കളിക്കാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട നമ്മളെ കൂടി ഉണ്ട് കേട്ടോ. ഇതിന്റെ ഏറ്റവും ഭംഗി ഇങ്ങോട്ട് തിരിയുമ്പോളാ അമ്മേ ചിക്കാഗോട്ടാ. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാനാ. ജസ്റ്റ് നിന്നാ മതി. ഇന്നലൊരു ആഗ്രഹം എത്രയോ നാളായിട്ടുള്ള ചിക്കാഗോ നഗരം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ.
നമ്മൾ വന്നപ്പോ മഴ പെയ്യുന്നതാണ്. ആ തണുത്ത കാറ്റും മനസ്സിലെ സന്തോഷവും എല്ലാം കൂട്ടിട്ട് വരുമ്പോഴല്ലേ ഒരു കുളിരാണ് മേത്ത്. ദാസന്റെയും വിജയന്റെയും ഓർമ്മകളുമായി. അതെ, എത്രയോ നാള് മുമ്പുള്ള ആഗ്രഹം എന്നാണ് ചോദിക്കല. ചിക്കാഗോട്ടാ. ഇതിന് നമ്മളെ ഭയങ്കര ഭംഗിയുണ്ട്. വിഷ്വലൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഫീൽ ചെയ്യണത്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കണു. മാക്സിമം വിഷ്വൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. ഈ ലേക്കിന്റെ തീരത്ത് അവർ വെച്ചുള്ള സ്റ്റാച്യൂസ് കണ്ട, കളറിനൊന്നൊരു സ്ഥാനമില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും കൈ കോർത്ത് പിടിക്കുന്ന ഒരു സ്റ്റാച്ചു നമ്മൾ കാണുന്നത് കണ്ട. അതില് എല്ലാ ഇതുണ്ട്, ഏഷ്യൻ സൈഡിലുള്ള ആൾക്കാർ, എല്ലാ സ്റ്റൈലിലും ആൾക്കാരുണ്ടല്ലേ, എല്ലാ രീതിയിലുള്ള ആൾക്കാരുടെ ഒരു സ്റ്റാച്ചു. എന്തായാലും അതും ഇവിടെ ഈ ചിക്കാഗോ അമേരിക്ക വരുമ്പോ അതിനൊരു വേറൊരു സംഭവമാണ് അല്ലേ. എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. എല്ലാ കോണ്ടിനെന്റിൽ ആൾക്കാര് അമേരിക്ക ഇൻവൈറ്റ് ഉണ്ട്. നമ്മുടെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷിക്കാഗോ ലേക്ക് ഷോർ ഡ്രൈവിലേക്കുള്ള റൈഡാണ്. ലേക്ക് ഷോർ ഡ്രൈവ്. അതെ, ഓക്കെ. നല്ല എന്താ അവിടുത്തെ ഒരു ലേക്കിനോട് ചേർന്നുള്ള റോഡാണ്. മനോഹരമായിട്ടുള്ള ഒത്തിരി വ്യൂസും ബിൽഡിങ്ങൾ. അതാണ് നമുക്ക് ബിൽഡിങ്ങൾ കാണുന്നതാണ് മെയിൻ അല്ലേ. അതെ അതെ, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിൽഡിങ്സ്. മക്കോർമിക് പ്ലേസ് എന്ന് വെച്ചാൽ ഷിക്കാഗോയിലെ ഒരു വലിയൊരു എക്സിബിഷൻ നടക്കുന്ന ഒരു സെന്റർ ആണ്. ലോകത്തിലെ ഏറ്റവും വലുതാന്നുള്ളൂ. ലോകത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു എക്സിബിഷൻ സെന്റർ ആണ് മക്കോർമിക് പ്ലേസ്. ഓൺ ചെയ്തിരിക്കുന്നത് സിറ്റി ഓഫ് ഷിക്കാഗോ ഓൺ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു സൈഡിലേക്ക് വേറൊരു ഭംഗി അല്ലേ ബിൽഡിങ്ങിലൊക്കെ. ഇപ്പൊ നമ്മള് റൈറ്റ് സൈഡിൽ ഒരു സ്റ്റേഡിയം കാണുന്നല്ലോ, ഇവിടുത്തെ ഏറ്റവും വലുതാണോ? എല്ലാം വലുതാണോ ചോദിക്കണേ നമ്മളിപ്പോഴേ. അതെ, ഇത് നമ്പർ 1 സ്റ്റേഡിയം ആണ്. പേര് സോൾജിയർ ഫീൽഡ് എന്ന് പറയും. സോൾജിയർ ഫീൽഡ് റൈറ്റ് സൈഡിലാണ്. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഗെയിംസ് ഒക്കെ നടത്താറുണ്ട്. അതെ, പിന്നെ മെസ്സിയുടെ 1-2 ഫുട്ബോൾ ഗെയിം നടത്തിയിട്ടുണ്ട്. മെസ്സി വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും ബേസ്ബോൾ ആണ് ടൂർണമെന്റ് നടക്കാറുള്ളത്. ഫുട്ബോളിനേക്കാൾ ആൾക്കാർക്ക് ബേസ്ബോൾ ആണല്ലോ അമേരിക്കയിൽ ഇഷ്ടമല്ലേ. ഇതിനുണ്ടോ നോക്കിയാൽ വരുമ്പോ ഒരു കൊട്ടാരം പണിത് വെച്ച പോലെ ഫ്രണ്ട് ഭാഗം. അമ്മേ, ഓപ്പൺ ആണ് ടോപ്പ് ഓപ്പൺ ആണ്. ശരിക്കും ഒരു വേറൊരു ടച്ചില്ല, ഒരു ഹിസ്റ്റോറിക്കൽ ടച്ചിൽ ഉണ്ടാക്കിയല്ല. ഞാൻ അങ്ങനെ ഒരു ഇത് കാണുന്നത് ആദ്യമായിട്ടാ. ഓരോ സൈഡിലേക്ക് വരുമ്പോ ഓരോ ഭംഗിയാണ് കാണുമ്പോ അല്ലെ. ഓരോ ബിൽഡിങ്ങിന് ഓരോ കളറാണ് കൊടുത്തത്. നമ്മളിപ്പോ ഷിക്കാഗോ മിഷിഗൻ അവന്യൂയിലോട്ടാണ് ചെല്ലുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മെയിൻ സ്ട്രീറ്റുകളിലൊന്നാണ് മിഷിഗൻ അവന്യൂ. അതിന്റെ മുമ്പിൽ ട്രംപ് ടവർ നിൽക്കണം അല്ലേ. അതെ അതെ, ഇതൊരു 100 നേരം തോന്നുന്നു ഏകദേശം. അതെ അതെ, ഏകദേശം 100 കാണും. എന്നിട്ടല്ലേ ട്രംപിന്റെ ഒക്കെ ഒരു പവർ വേറെ തന്നെയായിട്ട് എന്നിട്ട് കയറി. ലോകത്തിലെ എല്ലാ മൾട്ടി സിറ്റീസിലും ഈ ട്രംപിന്റെ ടവർ ഉണ്ട്. അത് ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളും ഒക്കെ വൈഫിനാണ്. വൈഫിന്റെ പേരിലാണ് ഹോട്ടൽസ് കണ്ടേക്കുന്നത്. നമ്മളിതാ മെയിൻ സ്ട്രീറ്റിലേക്ക് പതുക്കെ എൻ്റർ ചെയ്യാൻ പോകുന്ന സുഹൃത്തുക്കളെ ട്രംപ് ടവർ കണ്ടുകൊണ്ട് അവർക്ക് ഗോൾഫ് കോഴ്സ്, അങ്ങനെ പല പല ബിസിനസ്, ഫാഷൻ ഔട്ട്ലെറ്റ്സ്. നമ്മളെ എല്ലയില് കണ്ടിട്ടുണ്ടാവും ട്രംപ് ടവർ. പക്ഷെ അതൊറ്റ ഒരു ബിൽഡിംഗ് പോലെ നിൽക്കണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു അതിന്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു വേറെ ഒരു മൂഡ് തന്നെയാണോ. ഇതുണ്ട മിഷിഗൺ അവന്യൂലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടോ സിറ്റി ഓഫ് ചിക്കാഗോയുടെ ഒരു സ്റ്റാച്യൂവും സംഭവങ്ങളൊക്കെ കാണാം. നമുക്ക് ഇവിടെ ബാക്കിലത്തെ ബിൽഡിങ്ങിൽ 100 വർഷം മിനിമം പഴക്കണ്ടാവും കേട്ടോ. ട്രംപ് ടവറിന് അധികം പഴക്കില്ല കേട്ടോ. അധികം നാളൊക്കെ അല്ലാത്ത പരിപാടിയാണ്. അപ്പൊ നമ്മളിത് മെയിൻ സ്ട്രീറ്റിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. ഇലക്ട്രിക് വണ്ടി കടന്നു പോണു. ഹമ്മർ ഇലക്ട്രിക് വരട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാം അമേരിക്കക്ക് എത്ര മുമ്പിലേക്ക് എത്തി എന്നുള്ള കാര്യട്ടോ. എല്ലായിടത്തും അമ്പലചുംബികളായിട്ടുള്ള ബിൽഡിങ്ങൾ ഉണ്ട്. എപ്പോഴത്തേക്ക് നോക്കിയാലും ഇതൊരു കാഴ്ചയാണ്. കണ്ടന്റുകളുപരി ഇതൊരു കാഴ്ചയാണ് കേട്ടോ. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര, ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വേറൊരു സംഭവം പറയാനുള്ളത്, വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ഒക്കെ മേളിൽ പല സ്ഥലത്തും നമുക്ക് മരങ്ങള് വെച്ച് പിടിപ്പിച്ചേക്കണത് കാണാം. അത് ഈ ടൗണില് മരങ്ങൾ വെക്കാൻ സ്ഥലമില്ലാത്തതും ഒരു കാരണമാണ്. പക്ഷെ അതൊരു ഗ്രീൻ കൺസെപ്റ്റ് എന്ന നിലയിൽ പല വലിയ ബിൽഡിങ്ങുകളുടെ മേളിൽ അവര് ഫുള്ള് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഗ്രീനറി ആക്കിക്കോ. നമ്മുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ ഭാഗം പോലെ തന്നെ തീർച്ചയായിട്ടും അതിനൊരു കാരണം ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. അതെ അതെ, നമ്മൾ 1 മില്യൺ ട്രീസ് ആമസോൺ മഴക്കാടുകൾ 2030 മുമ്പ് വെച്ച് തീർക്കാനുള്ള പരിപാടി കേട്ടോ. ടീം ട്രാവലിസ്റ്റ.
അങ്ങനെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് പതുക്കെ ഡൗൺ ടൗൺ കാഴ്ചകളിലേക്ക് കിടക്കണത്. നമ്മൾ ആദ്യം ഒരിക്കൽ പോകണ്ട കേട്ടോ. നമ്മള് മില്ലേനിയം പാർക്കിലോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് മനോഹരമായ ഒരു കിഡ്നി ബീൻ ഉണ്ട്. കിഡ്നി ബീൻ ഉണ്ട്. പിന്നെ കുറച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയംസ്. അത് മെയിൻ ടൗണിന്റെ ഈ സെൻട്രൽ ഭാഗത്ത് തന്നെ നിൽക്കണല്ലോ അതും. അതെ, നമ്മൾ ഡൗൺ ടൗണിന്റെ ഷിക്കാഗോ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ന്യൂയോർക്കിലൊക്കെ പോകുമ്പോ ഈ പോലീസിന്റെ ഹോണടി കേൾക്കാറുണ്ട്. അതേപോലെ ഇവിടെ എത്തുമ്പോ ഡൗൺ ടൗണിലേക്ക് എത്തുമ്പോ എപ്പോഴും എഞ്ചിന്റെ സൗണ്ടും പോലീസിന്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റൂട്ടോ. ഫുള്ള് ഹോണടിയും പരിപാടി. അണ്ടർഗ്രൗണ്ട് റോഡുകൾ പോണു. ഒരു ലഹളമയം തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഇങ്ങനെ കണ്ടാ ആസ്വദിക്കുക, അതാണ് വലിയ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ നടന്ന് കിഡ്നി ബീൻ കാണാൻ വേണ്ടി പോകുമ്പോഴുള്ള കാഴ്ചയിൽ കാണുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ഒരു ഓപ്പൺ സ്റ്റേഡിയം എന്ന് പറയണം അല്ലേ ചേട്ടാ? അതെ, ഇതൊരു ഓപ്പൺ എയർ സ്റ്റേഡിയം ആണ്. ഒത്തിരി മ്യൂസിക് ഫെസ്റ്റിവലും ഷിക്കാഗോയിലെ മേജർ മ്യൂസിക് ഇവന്റ്സ് ഒക്കെ നടക്കുന്ന ഇതാണ്. ഒരു 10,000-2,000 രണ്ടല്ല, ഒരു 10,000-15,000 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ, നിൽക്കാനും പറ്റിയ ഒരു സ്റ്റേഡിയമാണ്. അത് ആ സാധനം തുറക്കാം. ഈ അമേരിക്കയിൽ ഇതൊക്കെ ശരിക്കും ഭയങ്കര പ്രൊമോഷൻ തന്നെയാണല്ലേ? അതെ അതെ, ഇവിടെ മ്യൂസിക് ഫെസ്റ്റിവൽ, ഷിക്കാഗോയിൽ ഒത്തിരി മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലങ്ങളാണ്. മെയിൻ മ്യൂസിക് ഫെസ്റ്റിവൽ ലാലാപ്പലൂസ എന്ന് പറയും. ലാലാപ്പലൂസ യൂത്തിനെ അവർ കയറ്റിക്കൊണ്ടിരുന്നേപോലെ. അതെ അതെ, മ്യൂസിക് അവരുടെ രക്തത്തിലുള്ളതാണ്. അവർ ഒത്തിരി അട്രാക്റ്റീവ് ആണ് ഇവിടുത്തെ യൂത്ത്. ഒരു അത്ഭുത കാഴ്ചയായിട്ട് ഒരു കൺസ്ട്രക്ഷൻ മികവ് തന്നെ പറയാം. മോൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇന്ത്യൻ ശരിക്കും ഞാൻ റൂഫാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മോൾ ഭാഗം കണ്ടപ്പോ അല്ലേ? അതെ അതെ, ഇതെല്ലാം റൂഫ്, പിന്നെ സ്പീക്കർ സിസ്റ്റം, ലൈറ്റ് സിസ്റ്റം എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഇതൊക്കെ സ്പീക്കർ വെക്കാനുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ വലിയ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ അവിടെ സ്പീക്കർ വെക്കുന്നുണ്ട്. അതെ അതെ, ന്യൂ ഇയർ പാർട്ടി ഒക്കെ ഇവിടെ പൊരിയുന്നുണ്ടല്ലോ. അതെ അതെ അതെ, ഇതൊരു വെറൈറ്റി സംഭവമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ വരണല്ലേ, ഈ കലാകാരന്മാരെ സ്നേഹിക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റി കുറവാണ്. നമ്മളിവിടെ എന്ന് പറഞ്ഞ ഒരു ഗാനമേള. ഇവിടെ എന്ന് പറഞ്ഞാൽ റോക്ക്, റാപ്പ്, കൺട്രി സൈഡ് മ്യൂസിക്, മ്യൂസിക്കിന്റെ പല വേർഷൻസ് ആണ് നടക്കുന്നത്. അപ്പൊ അവരവർക്ക് ടേസ്റ്റ് ഉള്ളിടത്ത് അവരവര് വരും. ഒരു കാഴ്ച ഇവിടെ ഓപ്പൺ ആയിട്ട് കാണും ചെയ്യാം പരിപാടി അല്ലേ? അതെ അതെ, ടിക്കറ്റിംഗ് ഒക്കെ വരുമ്പോ ഇതൊക്കെ മറക്കുന്നുള്ളൂ. കാശുണ്ടാവുമ്പോ കളി മാറൂട്ടാ. പിന്നെ ഒരുമാതിരിപ്പെട്ട ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു റെന്റ് ഔട്ട് ചെയ്യുന്ന ഒരു ടീമിനെ സാധനങ്ങളൊക്കെ സ്റ്റേഡിയം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫുൾ ആയിട്ടാണ്, ഇതൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് ഫുൾ ആയിട്ടാണ്. അതിനൊരു കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് നമ്മൾ അട്രാക്ട് ചെയ്യണടാ. അപ്പൊ നമുക്ക് ഇനി കിഡ്നി ബീൻ കാണാൻ പോവാം അല്ലെ? നമ്മള് ചിക്കാഗോ എന്ന് പറയുമ്പോൾ കിഡ്നി ബീൻ മിസ്സാക്കാൻ പാടില്ലല്ലോ. നമുക്ക് അവിടെ പോയി ഒരു ഫോട്ടോ കഥം. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങാകലെ നമ്മുടെ കിഡ്നി ബീൻ കാണാട്ടാ. സംഭവം കിഡ്നി ബീൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു സ്റ്റീൽ കൊണ്ടുള്ള ഒരു സ്കൾപ്ചറാണ്. പക്ഷെ അത് ഈ നഗരത്തിന്റെ നടുക്കിലിരിക്കുമ്പോഴൊരു പവറാണ് അതിന്റെ. അതെ, അതില് നമ്മുടെ ഫുൾ റിഫ്ലാക്ഷൻ ആണ് കാണുന്നത്. നമ്മൾ നിൽക്കണതൊക്കെ കാണാൻ പറ്റുന്നല്ലേ? അതെ അതെ, തൃശ്ശൂർ റൗണ്ടിൽ ഒരു ആനനെ ഉണ്ടാക്കി വെക്കാൻ എന്തെങ്കിലും പറ്റും? എനിക്ക് ഒരു ആനനെ ഉണ്ടാക്കി വെക്കണല്ലോ. എനിക്ക് തൃശ്ശൂരിൽ ഒരു വലിയൊരു 40 അടിയുടെ ഒരു ആനനെ ഉണ്ടാക്കണമെന്നുണ്ട്. ഇതിന്റെ ആൾക്കാരെ കൊണ്ടു ആനയുടെ മുമ്പിൽ ഫോട്ടോ എടുക്കുക. ഇനിണ്ടാവും കളി. പിന്നെ ഉള്ളിൽ ലിഫ്റ്റ് വെച്ചിട്ട് ഏറ്റവും മുകളിൽ നിന്നൊരു ഫോട്ടോ എടുക്കുകയും ചെയ്യാം അല്ലേ? അതെ അതെ, ഇല്ല എന്തായാലും കിഡ്നി ബീൻ നമ്മൾ പുറത്തുനിന്ന് ആസ്വദിക്കാട്ടാ. ഇനി ചിക്കാഗോയിൽ എത്തിയിട്ട് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ആണ്. അതെ, നമ്മൾ അങ്ങനെ അടിയിൽ പോയി തൊട്ട് കഴിയുമ്പോ നമ്മള് ഇത് അടുത്തെത്തുമ്പോ ഭയങ്കര വലിപ്പുണ്ട് അല്ലേ? വിചാരിക്കണ പോലത്തെ കളിയില്ലട്ടാ. എത്തി ഞാൻ വിചാരിച്ച കൊറേ ദൂരം വേണ്ട. നമ്മൾ ഇങ്ങനെ പണിയുടെ സാധനപ്പാ ആലോചിക്കാൻ പറ്റും നിനക്ക്. പക്ഷെ നമ്മള് ഇതൊക്കെ സിമ്പിളാന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ എളുപ്പമല്ലേട്ടാ അല്ലേ? ഇതൊക്കെ ഉണ്ടാക്കിയതിന്റെ ഒരു മികവാടാ. ഒരു കുഴി പോലെ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കണ്ടാ. അതിലും അവര് കരവിരുത് കൊണ്ടുവന്നിട്ടാ. അങ്ങനെ വെറുതെ ഒരു കിഡ്നി ബീനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ? അല്ലല്ല, അടുത്തൊരു വലിയ കാഴ്ച നമ്മളിന്ന് കാണുന്നത് കണ്ടാ. ഈ ബിൽഡിംഗ് ബാക്കിൽ റിഫ്ലക്ട് ചെയ്യാനാണ് നിങ്ങള്. അതൊരു കാഴ്ച കേട്ടാ. നമ്മൾ നിൽക്കുന്ന ദ ബീൻ എന്ന് പറയുന്നത് ഷിക്കാഗോ മിഷിഗന്റെ അവന്യൂവിന്റെ തൊട്ട് സൈഡിലായിട്ടാണ്. മിഷിഗൺ അവന്യൂ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ്. പലർക്കും ഷിക്കാഗോ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് മിഷിഗൺ അവന്യൂ ആണ്. അത് ഒരു ഐക്കോണിക് റോഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ അവനിത പൗലിസ്ത, ബ്രസീൽ അവനിത പൗലിസ്ത കാണുന്ന പോലെ തന്നെ ഓരോ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രെയിൻ ഓപ്പറേറ്റർ. ലൈവ് ആണ്, എപ്പോഴും ലൈവ് ആണ്. പാട്ടും കൂത്തും മ്യൂസിക്കും
ഇതെല്ലാം ഓരോ ടൈപ്പ്. ഇത് ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടി റെഡി ആക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോ വിന്ററിന് വേണ്ടി ഐസ് സ്കേറ്റിംഗ് വേണ്ടി ആൾക്കാർക്ക് കളിയും സംഭവങ്ങളൊക്കെ കാണാം അല്ലേ. അതെ, വെൽക്കം ടു ചിക്കാഗോ. ഇതിന് ലൈറ്റിങ്ങും കളറിങ് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറിങ് തന്നെ അടിപൊളിയാണല്ലേ. അടിപൊളി സംഗതി. സമ്മറിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതിന്റെ മുമ്പില് ഇത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ, എപ്പോഴും ആൾക്കാർ വന്നു. ഇതൊക്കെ എങ്ങനെയല്ല റിഫ്ലക്ഷൻ കണ്ടോ നിങ്ങള്? ലൈറ്റ് അടിക്കുമ്പോഴേക്കും അതിങ്ങനെ ഭയങ്കര ബ്ലാസ്റ്റ് ചെയ്ത്. അതെ, ബ്ലൂ സ്കൈ ആണെങ്കിൽ വേറൊരു ഭംഗിയായിരിക്കട്ടെ. പക്ഷെ ഇതിൽ നമുക്ക് ആ റിഫ്ലക്ഷൻ കാണുമ്പോ ഒരു ഒരു മുട്ടയുടെ ആകൃതിയായിട്ട് ഇവിടേക്ക് എത്തിപ്പോ കേട്ടോ അല്ലേ. അതെ അതെ, പയർമണിയുടെ ഒരു ഷേപ്പാണ്. എന്തായാലും ആൾക്കാരെ ഒന്ന് ഫോട്ടോ എടുത്ത് ടൂറിസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ അവര്. ചിക്കാഗോ കാഴ്ചകൾ ഇങ്ങനെ നമ്മളങ്ങനെ തേടിക്കൊണ്ടിരിക്കണ. അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാട്ടോ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് കോൺഗ്രസ് ഹോട്ടൽ കണ്ടോ. ആ ഹോട്ടലുണ്ടല്ലോ 1880കളിൽ പണിതിട്ടുള്ള ഹോട്ടലാണ്. ആ ഹോട്ടലിൽ താമസിക്കാത്ത പ്രസിഡന്റുമാരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഒരുവിധ എല്ലാ സെലിബ്രിറ്റികളൊക്കെ അന്ന് കാലത്ത് വന്ന് താമസിക്കണ. നിങ്ങളൊന്ന് ആലോചിക്കുക, 150 വർഷം മുമ്പ് അങ്ങനത്തെ ഒരു ബിൽഡിംഗ് പണിയാനുള്ള ഔട്ട്പുട്ട് ഒന്ന് ആലോചിക്കുക. നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ അതുകൂടി പറയണേ. അന്നൊക്കെ ആ പൊട്ടൻഷ്യൽ 1880 നമ്മുടെ നാട്ടിലൊരു ബിൽഡിങ്ങിനെ പറ്റി ആലോചിക്കുക അല്ലേ. നമ്മുടെ നാട്ടിലേക്ക് കാളവണ്ടികളിൽ യാത്ര ചെയ്ത സമയത്ത് അമേരിക്കയില് അന്ന് ഇതിലും ഇതേപോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായി തുടങ്ങി. അമേരിക്കയിലെ പല പ്രസിഡന്റുമാരും ആ ബിൽഡിംഗിൽ വന്നിട്ട് പല മീറ്റിങ്ങുകളും കോൺഫറൻസുകളും അമേരിക്കയുടെ പല രാഷ്ട്രീയ ചർച്ചകള് ഡൽഹിയിലെ കേരള ഹൗസിൽ നടന്ന പോലെ ഷിക്കാഗോയിലെ ഈ കോൺഗ്രസ് ഹോട്ടലില് പല രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടുള്ള ഹോട്ടലാണ്. കോൺഗ്രസ് പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, ഒരു പാർട്ടിയുമായിട്ട് ബന്ധമില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർലമെന്റ് ഇതുണ്ടല്ലോ, അതുമായിട്ട് അതിങ്ങനെ ഒരു പേര് വന്നാന്നാ തോന്നുന്നത്. അമേരിക്കക്കാർക്ക് വലിയ പുത്തിരി അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു വലിയൊരു പുത്തിരി തന്നെയാണ് അല്ലേ. അതെ അതെ. അതേപോലെ മോട്ടറോള ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടെ അല്ലേ. മോട്ടറോള ബിൽഡിംഗ്. പിന്നെ അവിടെ വേറെ കണ്ടു ഹാരിസൺ ഹോട്ടൽ കണ്ടോ. അവിടെ ഹാരിസൺ ഹോട്ടല് വമ്പം ബിൽഡിങ്ങൾ നമ്മൾ കാണട്ടോ അവിടെ. ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയാൽ സൈഡിലൊക്കെ ക്രിസ്മസ് അലങ്കാരങ്ങളൊക്കെ ഫുള്ള് മെയിൻ സ്ട്രീറ്റിലൊക്കെ വന്നു തുടങ്ങി. ഓ, ഒരു പട്ടം വരെ നോക്കിയാലൊക്കെ അമ്മേ. അടുത്ത ഒരു ഡിസംബർ മാസം മൊത്തം അതിന്റെ പിന്നാലെ ലൈറ്റ് ഇടാനും പിടിക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. ഈ അമേരിക്കക്കാർ ഷോപ്പിംഗ് സീസണിലോട്ട് കയറുകയാണ്. ഷോപ്പിംഗ്, ക്രിസ്മസ് ഗിഫ്റ്റ്, അലങ്കാര ഗിഫ്റ്റുകൾ മേടിക്കുക. ചേച്ചി ഈ റൂട്ടിൽ തന്നെയാണോ ട്രെയിൻ ഓടിക്കണ്ടായിരുന്നത്? ചേച്ചി ഈ റൂട്ടിലായിരുന്നു. ഇതെല്ലാം ഉണ്ടല്ലോ എലിവേറ്റഡ് ബ്രിഡ്ജിലൂടെയാണ് മോളിൽ കൂടിയാണ് പോണത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ചേട്ടൻ്റെ വൈഫ് ആണ് ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അമേരിക്കയിൽ വന്ന് ട്രെയിനിന്റെ പൈലറ്റ് ആയിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൽ ലിങ്ക് കൊടുക്കാം, എന്തായാലും കണ്ടോളൂ. നമ്മളെന്ന മലയാളിക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളി സ്ത്രീകൾക്ക് ഒരു ഇൻസ്പിറേറ്റ് ചെയ്യണ ഒരു സ്റ്റോറിയും കൂടിയാണ്. അപ്പൊ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ആൾക്കാരെല്ലാം സ്റ്റേഷനിൽ നിന്ന് എലിവേറ്റർ ഉണ്ട്, ഇല്ലെന്നുണ്ട് സ്റ്റെയർ ഉണ്ട്. അവിടെ മുകളിൽ ചെല്ലും, ചേർന്ന് അതുവഴിയാണ് നമ്മളെ കൊച്ചി മെട്രോ ഒക്കെ പോലെ തന്നെ. അതെ. നിങ്ങളൊന്ന് ആലോചിക്കുക, 100-120 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു സിറ്റി പണിയില് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പണിത് 100-150 ഒന്നല്ല അതിന് മുകളിലുണ്ടെന്ന് തോന്നുന്നല്ലേ. ഷിക്കാഗോ ഒരു 1850 180-190 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ സിറ്റി പണിത് ഈ ഒരു ലെവലിലേക്ക് എത്തണമെന്നായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ. വെറുതെ അല്ല എല്ലാവർക്കും അമേരിക്കയിലേക്ക് വരണം അല്ലെങ്കിൽ അമേരിക്കയിൽ സെറ്റിൽ ആവണം എന്നൊക്കെ പറയണത്. ഇവിടുത്തെ സ്ട്രക്ചറും ഇവിടുത്തെ രീതികളൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെടാണ് നമ്മള്. ഇതിന്റെ അപ്പുറത്ത് നമുക്കുള്ള മിസ്സാവണത് നമുക്ക് ഇവിടെ നിന്നുള്ള നമ്മുടെ നാട്ടില് ഉള്ള ആഘോഷങ്ങളായാലും ഫ്രീഡം ആയാലും ഒന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ ഒരു എന്താ പറയാ, എല്ലാവരും ജോലിക്ക് പോകണം, വരണം, വീക്കെൻഡ് മാത്രമേ ഒരു ഒഴിവുണ്ടാവില്ല ചോദിച്ചേട്ടാ. അതെ, വീക്കെൻഡ് മാത്രമേ അവധിയുള്ളൂ. റോബോട്ടിക് ലൈഫ് സ്റ്റൈലാണ് കാര്യം അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ നാട്ടിൽ നമുക്ക് പല ആഘോഷങ്ങള് അതൊക്കെ ശരിക്കും മിസ്സായി പോകും. നമ്മുടെ നാട്ടിലത്തെ ആഘോഷങ്ങള്, ബന്ധങ്ങള്, അതൊക്കെ നമ്മുടെ നാട്ടിനെ അലക്കാനായിട്ട് ലോകത്തെ ഇവിടെ പോയി അമേരിക്കയിൽ പോയിട്ടും കാര്യമില്ല, അന്റാർട്ടിക്ക പോലും കാര്യമില്ല. അത് ശരിക്കും മിസ്സാവും. നമ്മളാ ഇവിടുത്തെ ആൾക്കാരെ നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഈ പറഞ്ഞ പോലെ റോബോട്ടിക് ലൈഫാ. ആ ലൈഫിൽ ഇങ്ങനെ എല്ലാ കൊല്ലങ്ങളോളം വർഷങ്ങളോളം പൈസ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കിണ്ടാവും അല്ലെ, എല്ലാ ഫെസിലിറ്റി ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും അല്ലെ. ക്വാളിറ്റിയാണ് ആൾക്കാർക്ക് എക്സ്പെക്ട് ചെയ്യണം. നല്ല ക്വാളിറ്റി, ഫ്രീഡം ഒക്കെയാണ് അവർ നോക്കണത് അല്ലേ. അതെ, പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഒരു അമേരിക്കൻ സ്റ്റൈലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ചിലപ്പോൾ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വന്നേക്കാം. അതെ അതെ, നമുക്ക് ഇപ്പൊ നാട്ടിലുള്ള നമ്മുടെ നെയ്ബറെ പോലും നമുക്കിപ്പോ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതെ, നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ പോലെ പാർട്ടി ലൈഫും സംഭവങ്ങളൊക്കെ ഇപ്പൊ പതുക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മള് ഡൗൺ ടൗണില് എന്തെങ്കിലും കഴിക്കണ്ടേ, നമ്മൾ ഉച്ച നേരം എന്തെങ്കിലും കഴിക്കണം എന്നുള്ള പ്ലാനിലായി. എന്തായാലും ഇവിടെ നല്ലൊരു പാർക്കിംഗ് കിട്ടിയില്ലേ.
ഭാഗ്യം ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ചെറുതായിട്ട് ഉഷാറ് കുറഞ്ഞു ഫുള്ള് നടത്തായിരുന്നു ഞങ്ങൾക്ക്. ഇന്ന് ഏകദേശം 6 കിലോമീറ്റർ ഞങ്ങൾ ഈ ടൗണിക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. അങ്ങനെ അമേരിക്കട്ടാന്ന് പറയലേ, അമേരിക്ക എന്തുട്ടാ കാണുന്നത്. ഇവിടെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ വൺ ടൈം ആയിട്ട് കാണാൻ എനിക്കിത് ഇഷ്ടമുള്ളൂ. എന്നാലും ജീവിതത്തിലെ ഒരു സ്വപ്നം കണ്ട് തീർത്തതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു മായ ലോകം. ബിൽഡിങ്ങിന് ഇപ്പൊ കുറച്ച് നേരം കൊണ്ട് കാണിച്ചല്ലേ നിങ്ങൾ പറയും മതി സാറിന്റെ ഇപ്പൊ ബിൽഡിംഗ് കാണിച്ചെന്ന് പറയും. അമ്മാരി നോക്കി നിങ്ങള് 360 ഡിഗ്രിയിലാണ്. എല്ലാത്തിനും ഓരോ പ്രത്യേകതകളാണ്. എല്ലാ ബിൽഡിങ്ങിനും ഓരോ പ്രത്യേകതയുണ്ട്. അങ്ങനെയുണ്ട്. നമ്മൾ വിചാരിക്കും ഒരേ പോലത്തെ ബിൽഡിംഗ് ആണ്. അങ്ങനെയല്ല. ഇതാണ്ടാ പാർക്കിംഗ് കേട്ടോ, അത് വേറെ കാര്യം. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ ബസ് ചിക്കാഗോ അല്ലൊക്കെ മുത്ത ഡ്രീം ഷോട്ടുകൾ കേട്ടോ. അങ്ങനെ നമ്മള് പതുക്കെ ഇറങ്ങിയിരിക്കാൻ സുഹൃത്തുക്കളെ. ക്ലീൻ എയർ ഹൈബ്രിഡ് ബസ് പാസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ടൂർ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ബസ്സിലും ട്രെയിനിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഈ ബിൽഡിംഗ് കേട്ടോ, വില്ലിസ് ടവർ. ലോകത്തിലെ ഏറ്റവും വലിയ ടവർ ആയിരുന്നു. 1975 മുതൽ 2000 ആണ്ട് വരെയുള്ള ഒരു റെക്കോർഡാണ് അവർക്ക്. 25 വർഷം അടുപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ടവർ. ഇപ്പൊ ബുർജ് ഖലീഫയും അല്ലാതൊക്കെ ആയെങ്കിലും ഇതായിരുന്നു ഒരു കാലത്തിട്ടാ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്. നമ്മൾ പതുക്കെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറാൻ പോണ്. ചിക്കാഗോ നഗരം നമ്മൾ മേലെ നിന്ന് കാണാൻ പോട്ടാ. 1975 ഈ ബിൽഡിങ്ങിലെ നാലോചിക്കൊക്കെ ടെസ്ല കളർ മാറ്റി നോക്കിയാൽ റെഡ് കളർ ടെസ്ല. ഈ വണ്ടി റാപ്പ് ചെയ്തിട്ട് ഒരു ഡാർക്ക് റെഡിലേക്ക് മാറ്റിയിരിക്കട്ടോ. പടക്കി ഇപ്പൊ നമ്മൾ വില്ലീസ് ടവറിന്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇത് ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു. 25 വർഷം. അപ്പൊ നമുക്ക് എൻ്റർ ചെയ്യാം. ആ ഒരു ചരിത്രം സൃഷ്ടിച്ച ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ടീം ട്രാവലിസ്റ്റ മുന്നില് കൊടയൊക്കെ വെക്കാനായിട്ട് കവറോടെ കൊടുത്തിട്ടുണ്ട് അവര് കണ്ടാ. കൊട്ട വെക്കാനുള്ള കവർ. ടവറിന്റെ അടിഭാഗത്തേക്ക് നമ്മള് വന്നോണ്ട് അടിയിൽ നിന്ന് തന്നെ കയറി പോണ്ടത്. ടിക്കറ്റ് എടുക്കണം തോന്നുന്നുണ്ടോ. കോഫി ഷോപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. റോയൽ ടച്ചാണ് മൊത്തം ബിസിനസ് മീറ്റിംഗ്സ് സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ കാഴ്ചകളായിരുന്നു കേട്ടോ. പണ്ട് കാലത്തൊക്കെ 1975 കാലഘട്ടത്തിലൊക്കെ ഈ ബിൽഡിംഗ് ഇങ്ങനെ ഒന്ന് കാണാനായിട്ട് നിങ്ങൾ ആലോചിക്കൊക്കെ നാട്ടിൽ നിന്ന്. വെറുതെ അല്ല അന്നത്തെ അപ്പാപ്പന്മാരും അമ്മമാരൊക്കെ കൂടെ ഒന്ന് സെറ്റിൽ ആയിട്ടാ. നാട്ടിൽ നിന്ന് 1975 വന്നിട്ട് കാണുന്നത് ഈ ബിൽഡിംഗ് ആണേ. അങ്ങനെയുണ്ട്. നമുക്ക് 3 പേര് കയറാൻ $39 ഉണ്ടോ? അങ്ങനെയും പറയണം അല്ലേ ഒരാൾക്കാ. അയ്യോ, മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച നമ്മൾ കാണേണ്ടത് കണ്ടോ. പരിപാടിയുള്ള ഫുൾ ചെക്കിംഗ് ഉണ്ടല്ലോ അല്ലേ. വാട്ട് മേക്ക് ചിക്കാഗോ. ഇതിന് മേലെ ചിക്കാഗോ അടിക്കാൻ പറ്റണ്ടല്ലോ നമുക്ക് അല്ലേ. അടുത്ത പീക്കാണ്. വളരെ ഹിസ്റ്റോറിക്കൽ ഫോട്ടോ ഒരു വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കി പണ്ട് കാലത്തെ ആൾക്കാർ കുതിരപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണുന്ന സിറ്റിയിലൊക്കെ ഇങ്ങനെയാണ് ആൾക്കാർ സഞ്ചരിക്കണ്ടായിരുന്നോ. 1700 800 തന്നെ ആയിരിക്കും കേട്ടോ. ഫുൾ ഹിസ്റ്ററി നമ്മൾ കണ്ടിട്ട് പോണത്. റോക്കറി ബിൽഡിംഗ് ഇതുണ്ട്. 1888 പണിതിട്ടുള്ള ബിൽഡിങ്ങുകളുടെ ഒക്കെ സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അവര് അന്ന് ഉപയോഗിച്ചിരുന്ന കല്ല് ഒക്കെ ഇവിടെ നമുക്ക് പ്രദർശനം വെച്ചിട്ടുണ്ട്. അവരെ ഓരോ കാലഘട്ടങ്ങളിൽ പണിതിട്ടുള്ള ബിൽഡിങ്ങുകളിലൊക്കെ ഒരു ചെറിയൊരു സംഭവം അവിടെ ചെയ്ത് വെച്ചിരിക്കണ്ട. അന്ന് ഈ സിറ്റിക്ക് അടിയിൽ പണിയുന്ന ടണലുകളും സംഭവങ്ങളൊക്കെ അവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേ സിസ്റ്റം ഒക്കെ വരുന്ന ഇയർ കണ്ടോ നിങ്ങൾ. 1892 ഇവിടെ ഈ റെയിൽവേ ഉണ്ട്. മെട്രോ റെയിൽവേ ഒക്കെ വന്ന വർഷമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ പറഞ്ഞ ബ്രിഡ്ജിന്റെ താഴത്തേക്കൂടെയൊക്കെയാണ് വണ്ടി ഓടിച്ചത്. നിങ്ങൾ ഓർക്കണ്ടോന്ന് അറിയില്ല. പിന്നെ അന്നത്തെ വണ്ടികളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ റെയിൽവേ സിസ്റ്റം വരാൻ വേണ്ടി 2010 വരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ആരാ കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു 3-4 വർഷം പോയി. മെട്രോ സ്റ്റേഷൻ അങ്ങനെ ഒരു ഗുണുണ്ട് നമ്മുടെ അവിടുത്തെ. ഇത് കണ്ട അന്നത്തെ 1800 പണിതിട്ടുള്ള. അന്ന് ഇവര് ഇത്രയ്ക്കും ഹൈറ്റില് പണിയാനായിട്ട് മൈൻഡ് സെറ്റ് ചെയ്ത് സാധാരണ നിലത്തല്ലെല്ലാവരും പണിയാ. അവര് ഹൈറ്റ് കൂട്ടി അങ്ങോട്ട് പണിതു. പ്ലാനിങ് രക്ഷയില്ല. ചിക്കാഗോ ആർക്കിടെക്ചർ നമ്മളിപ്പോ എനിക്ക് എത്തണം. ആ ഒരു എല്ലാ ആ ഫീലിംഗ് വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ട് അവര് ലിഫ്റ്റിൽ കയറ്റി കൊണ്ടുപോയിട്ട് മേലേക്ക്. അതെ, ഫസ്ലൂർ ഖാൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇത് പണിത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പണിത് പൊക്കിയത്. 1969 പണി തുടങ്ങിയിട്ടാ. 110 നിലകളിലായിട്ട് 2000 വർക്കേഴ്സ് പണിതു. 76,000 ടൺ ഓഫ് സ്റ്റീൽ ആൻഡ് ഓവർ 16,000 വിൻഡോസ്. അന്നത്തെ കാലത്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോട്ടോ നമ്മൾ നോക്കിയാൽ ഇത് 6/3/1971 എടുത്ത ഒരു ഫോട്ടോ ഉണ്ടോ നോക്കിയാ. ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നമ്മൾ പോണട്ടോ. 68,000 മൈൽസ് ദൂരത്തിലുള്ള കേബിൾസ് ഉണ്ട്. ഭൂമിനെ 3 പ്രാവശ്യം ചുറ്റി കഴിഞ്ഞാൽ അത്രയും കേബിളുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 101 ഫുട്ബോൾ ഫീൽഡ്, 101 ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലുപ്പത്തിലാണ്. സ്റ്റേഡിയത്തിന്റെ എല്ലാ ഗ്രൗണ്ടിന്റെ വലുപ്പത്തിലാണ്. പിന്നെ 1348 ബ്ലൂ വെയിൽസ്
അത്രയ്ക്കും ടണ്ണാണ് അതിന്റെ വെയിറ്റ്. ഹൈറ്റ് 1450 ഫീറ്റ് ട്ടാ. 223 മൈക്കൽ ജോർദാന്റെ ഹൈറ്റ് ആണ്. മൈക്കൽ ജോർദാൻ അമേരിക്കയുടെ വികാരമാണ്. അതെ, അമേരിക്കയുടെ വികാരമാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ് മൈക്കൽ ജോർദാൻ. 223 ജോർദാൻ മുകളിലേക്ക് നിന്നാലാണ് ബിൽഡിങ്ങിന്റെ ടോപ്പിലെത്തുള്ളൂ. അവരതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസത്തിലാണല്ലോ അല്ലെ. വിൻഡേഴ്സ് വേ അതായത് വലിയ കാറ്റൊക്കെ അടിക്കുമ്പോ 6 ഇഞ്ചസ് വരെ ഇതിന് ആട്ടം സംഭവിക്കാം. മൂവ്മെന്റ് ഉണ്ട്. മൂവ്മെന്റിലാണ് അത് പണിതിരിക്കുന്നത് അല്ലേ. ബിൽഡിങ്ങിന് ഒരു കേടുപാട് പറ്റാണ്ട് 6 ഇഞ്ചസ് വരെ ഇത് മൂവ് ആവും. ഓ, പിന്നെ ഷിക്കാഗോയെ പറ്റി പറയേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഷിക്കാഗോ അറിയപ്പെടുന്നത് വിൻഡി സിറ്റി എന്നാണ്. ലോകത്തിലെ വിൻഡി സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഷിക്കാഗോ ആണ്. വിന്റർ ടൈമില് നമ്മൾ എക്സ്ട്രീം ഒരു 70 മൈൽ സ്പീഡിലൂടെ കാറ്റടിക്കും. അതുപോലെ തണുപ്പുമായിരിക്കും. നമുക്കൊന്ന് 1 മിനിറ്റിൽ കൂടുതലൊന്നും വെളിയിൽ ആ സമയത്ത് നമ്മൾ മരിച്ചു പോകും. സൈക്ലോൺസ് മീറ്റ് ചെയ്യാറില്ലേ? സൈക്ലോൺ വിൻഡർ സ്റ്റോം ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഹരിക്കെയിനോ ടൊർണാഡോയോ ഒന്നും വരാറില്ല. തമ്പ്രാസായിക്കട്ടെ. എന്തായാലും നമ്മൾ ആ ഒരു മായാലോകം കാണാൻ പോകട്ടെ. ഏറ്റവും മേലേക്ക് പോകണം നമ്മള്. ഈ വില്ലേജ് ടവർ ഷിക്കാഗോയുടെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മാപ്പില്. ഇതിന് 50 മൈൽ ചുറ്റളവിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ടവർ കാണാൻ പറ്റും. 50 മൈൽ അല്ലേ? അതെ, 80 കിലോമീറ്റർ. ഏകദേശം 80 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ ബിൽഡിംഗ് കാണാൻ പറ്റുന്ന പറയണ്ട. ഇതെന്താ സംഭവം? ഇവിടൊക്കെ വേറെ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കട്ടാ. ഇതിന്റെ എൻട്രൻസ് ആണ്. ആ ട്രെയിനിലേക്ക് എൻ്റർ ചെയ്യുന്ന പോലെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറണട്ടാ. വെയിറ്റിംഗ് സ്റ്റേഷൻ ആയിരിക്കും അല്ലേ. ആൾക്കാർ വെയിറ്റ് ചെയ്യണ ഒരു ക്രിയേഷൻ പരിപാടികളൊക്കെ എന്റെ പൊന്നു. ട്രെയിൻ പോകുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയവര്. അത് കഴിഞ്ഞ് മെനു സെറ്റ് ചെയ്തിട്ടുണ്ടോ അവര്. പിസ്സാറ മെനു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നടന്നു പോയാലും നമുക്ക് ഇതിന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. ലിഫ്റ്റ് ഇരിക്കുന്നത് 1 കിലോമീറ്റർ അപ്പുറത്താണല്ലോ ഐശ്വര. ഒരു പിസ്സാര രൂപത്തില്. അത് കഴിഞ്ഞൊരു മ്യൂസിക്കിന്റെ പരിപാടി. ഇതിന്റെ ഗേറ്റ് എത്തുന്നില്ല അല്ലേ. സൗണ്ട് ഓഫ് ചിക്കാഗോ. നോക്കിയാ ഗ്രാൻഡ് പാർക്കിലൊക്കെ ആൾക്കാർ ഒത്തുകൂടിക്കണ നോക്കി. എത്രയധികം ആൾക്കാര്. ലാലാപൊലൂസ എന്ന് പറഞ്ഞ നമ്മൾ മുമ്പേ പോയ സ്ഥലങ്ങളാണ്. ഇവിടെ മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് ലാലാപൊലൂസ എന്ന് പറയുന്നത്. അതിന് കൂടിയ ക്രൗഡിന്റെ നമ്മൾ മുമ്പേ പോയ ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ്. നമ്മളവിടെ ആ മൂളിക്ക് നിന്ന് അവിടെ ആണല്ലേ. ഓക്കെ, ഇത് അവസാനിക്കില്ലട്ടാ. ചിക്കാഗോ ലെജൻഡറി എത്തിയിട്ടുള്ളൂ. ഇന്നും പണിയുണ്ട്, ദൂരമുണ്ട്. ഇത് എക്സിറ്റ് ആയില്ല നമുക്ക് പോകാനായിട്ട്. ആൾക്കാർ പാടി മൈക്കിന്റെ ഇതൊക്കെ ഓടിച്ചിട്ടാ. നമുക്ക് വേണമെങ്കിൽ പാടാം, ഉല്ലസിക്കാം, എന്തുവേണമെങ്കിൽ ചെയ്യാം. അടുത്തത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാണല്ലോ റെസ്റ്റ് റൂം ആട്ടാ. വേണ്ട, നമ്മൾ 40 രൂപ കൊടുത്തിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാ. 50 ടവലാണ്. ഒരു തോർത്തുണ്ട് വന്ന് വരുന്ന പോലെ നമുക്ക് ഇഷ്യൂ വന്നിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ അപ്പൻ. അമേരിക്ക കുറച്ച് വെള്ളം കുടിക്കാം. അല്ലാണ്ട് നമുക്ക് പോസിറ്റീവ് കിട്ടൂടാ. ചിക്കാഗോ എന്നൊക്കെ നമ്മുടെ ഫോട്ടോ എടുക്കണം. മുത്താ ഇതിന്റെ വാതിലേക്ക് എടുത്തോണ്ടിരിക്കണതിലുണ്ടല്ലോ കുറെ കടമ്പൊക്കെ എടുക്കണോ. അല്ലെങ്കിൽ എത്തില്ല എളുപ്പമില്ലാത്താനായിട്ട്. നമ്മൾ സ്റ്റെപ്പ് കയറ്റിയതുകൊണ്ട് അവർ കണ്ടിട്ട് ഓരോ സ്റ്റെപ്പിൽ ഓരോ കഥ പറയാന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു പോയണ്ടേ. കുറച്ച് നേരം കഥ പറയുന്നത് ഇത്ര നേരം പറയാൻ പാടില്ലട്ടാ. കുറച്ച് ഈശോ ബ്ലോക്ക് കഥ പറഞ്ഞതേ സ്വല്പം കൂടിപ്പോയി ഇങ്ങനെ ഉള്ളടാ. പക്ഷെ എന്റെ പൊന്നോ, വഴി ഇങ്ങനെ എടുക്കട്ടാ. കാണാൻ വരുന്ന ആൾക്കാർക്ക് സ്വല്പം ആരോഗ്യം കൊണ്ട് വേണട്ടാ. വയസ്സായ ആൾക്കാര് വീൽ ചെയർന്നില്ലാണ്ട് വരണ്ട ഈ ഭാഗത്തേക്ക്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കണ്ടുവിട്ടമ്മ. 110ാമത്തെ നില 103ലേക്ക് പോകണ്ട. നമ്മൾ വേണ്ട 103ാമത്തെ നിലയിലേക്ക് നമ്മൾ പോകണം കേട്ടോ. കത്തിക്കൊണ്ടിരിക്കണല്ലോ. ചെവിട്ടടയുണ്ട്. അത് ചെവിട്ടടയാതിരിക്കാനായിട്ട് അവർ ചെയ്യണതാ. അല്ലെങ്കിൽ പേടിക്കും. ഫാസ്റ്റസ്റ്റ് എലിവേറ്റർ ആയിരുന്നു പണ്ട് കാലത്ത്. ആദ്യത്തെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് എലിവേറ്റർ ആയിരുന്നു മുമ്പ്. ഇപ്പൊ പുലിച്ച് ടെലിഫോൺ ഉണ്ടായിട്ടാ. 60 61 62 63 64 എണ്ണിയ പോലും കിട്ടില്ല. അമ്മത്ത് കയറ്റാ. ഒരു സെക്കൻഡിൽ 2 നില വെച്ച് കയറാൻ നിങ്ങൾ ആലോചിച്ച് വിശ്വസിക്കും. ഒരു സെക്കൻഡിലാണ് 96 97 98 99 100 എത്തിട്ടാ. നമ്മളതാ സ്കൈ ഡെക്കിലേക്ക് എത്തിയിട്ടാ. ഇതിന് മേലെ ചിക്കാതെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് നോക്കുമ്പോ കാല് ചെറുതായിട്ട് തരിക്കട്ടോ. നമുക്ക് ഹൈറ്റിന് പേടിയുള്ള ആൾക്കാർക്ക് ചെറുതായിട്ട് പേടി ഇങ്ങനെ വരും കേട്ടോ. ആടുണ്ട് പറഞ്ഞ പോലെ അല്ലേ ബിൽഡിങ് ചെറുതായിട്ട് ചെറിയതായിട്ടുണ്ട് ഇല്ലേ. തലകറങ്ങ ചെറുതായിട്ട് എന്തൊരു സംഭവിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ തൊടുമ്പോ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയായിരുന്നു. ഏതാ പുറം ലോകത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ നടക്കട്ടെ. ചിക്കാഗോ നഗരം മൊത്തം നിങ്ങൾ കാണിച്ചില്ല എന്ന് പറയാൻ പോലെ. ഇതിന് മേലെ ചിക്കാഗോ കാണിക്കാൻ പറ്റില്ല നമുക്ക്. മറ്റേ നമ്മൾ നേരത്തെ കണ്ട ബിൽഡിംഗ് ഒക്കെ ചെറുതായിട്ടപ്പോ
അല്ലേ? ഈ കാണുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഷിക്കാഗോയുടെ സൗത്ത് സൈഡ് ആണ്. സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡ് എന്ന് പറയുന്നത് കൂടുതലും ഇവിടുത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വംശജര് താമസിക്കുന്ന ഏരിയ. അവിടെ വലിയ ബിൽഡിംഗ് ഒന്നും കാണാനുമില്ല. ഇല്ല, അവിടെ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല. സാധാരണക്കാരായ ആഫ്രിക്കൻ അമേരിക്കൻ വംശജര് താമസിക്കുന്ന ഏരിയ ആണ്. അവിടെ നമ്മുടെ പ്രസിഡന്റ് ഒബാമ, മുൻ പ്രസിഡന്റ് ഒബാമയുടെ വീട് അവിടെയാണ്. അതെ, അതെ. നമുക്ക് അങ്ങനെ പോകണ്ട. അപ്പൊ നമുക്ക് പോവാം. കച്ചവടം എവിടെയെങ്കിലും നടക്കട്ടോ. ഇതിന്റെ മുകളിലും കച്ചവടം ഉണ്ട്. ഇതിന്റെ മുകളിൽ നിന്ന് വാങ്ങാന്ന് പറയല്ലോ. എന്തെങ്കിലും വാങ്ങി കഴിഞ്ഞാലേ ലോകത്തില്ലാത്ത പൈസ കൊടുക്കണല്ലേ. ഇത് കാഴ്ച അല്ലേ? ഒരു വ്യൂ, ഭൂമിയുടെ ഒരു അവസാനം എന്നാ മേഘങ്ങൾ നിക്കണം. ഇപ്പൊ അങ്ങനെ നിക്കണ ഒരു നല്ലൊരു മഴ പെയ്യാണെന്ന് ഇപ്പൊ നിക്കണ്ടവര്. ഭൂമി ഉരുണ്ടെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അത് അതുകൊണ്ടല്ല കേട്ടോ അങ്ങനെ പറയണത്. അതെ, ഈ ഒരു വ്യൂ കണ്ടിട്ട് പറഞ്ഞു ചെക്കായിട്ട് നോക്കിയേ. സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു പ്ലസന്റ് ആയിട്ട്. എന്നാലും പച്ച കളറ് ഇത് കാണാണ്ട് നമുക്ക്. വെള്ളം പച്ച കളറാണ്. ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇവിടുന്ന് ലേക്ക് കാണാൻ ഒരു 180 ഡിഗ്രി ഇതിന് ഈ ഗ്ലാസ് ഒക്കെ അവര് കഴുകി വൃത്തിയാക്കി നിൽക്കുന്നുണ്ടല്ലോ. അതിനാ ഈ പൈസ മേടിക്കേണ്ട പോരല്ലേ. അതിനൊരു പ്രൂവ് തന്നെ വേണേ. വരുന്ന ആൾക്കാര് ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് കാണണേ. നമ്മൾ നേരത്തെ കണ്ട ഇങ്ങനെ പൈസ ഇട്ട് വെക്കുന്നുണ്ട്. കുടിക്കാന്നുണ്ടാ കിഡ്നി ബീൻ അതിന്റെ കാഴ്ചകള് ഓരോ സൈഡിലേക്ക് വരും. ഈ ഷൂടെ വരുമ്പോ ചെറുതായിട്ട് പേടിക്കട്ടോ നമ്മളല്ലേ. ഇത് നോർത്ത് സൈഡാണ് ചേട്ടാ. ഇത് നോർത്ത് സൈഡാണ്. നമ്മുടെ ഏഷ്യൻസും ഇന്ത്യക്കാരും ഒക്കെ വൈറ്റ്സും ഒക്കെ താമസിക്കുന്ന ഒരു ഭാഗമാണ്. ഈ സീ സൈഡിൽ ഇങ്ങനെ ഫുൾ ബിൽഡിംഗ് നിൽക്കണം അല്ലേ? സീ സൈഡ് അല്ല, സോറി, സീ സൈഡ്, ലേക്ക് സൈഡാ. നമ്മളിതൊക്കെ ഒരു കടലല്ലാണ്ട് പറയാലോ അതിന്. നമുക്കിത് കടലാണ്. ഈ വലിയ ബിൽഡിംഗ് നിൽക്കുന്ന മൊത്തം ഡൗൺ ടൗണിലാണ്, ഷിക്കാഗോ ഡൗൺ ടൗണിലാണ്. സബർബ് തൊട്ട് ഒരു 10-15 വരെ ഉള്ള ബിൽഡിങ്ങുകളുണ്ട്. ബാക്കി സിറ്റികളിൽ മൊത്തം വലിയ ബിൽഡിംഗ്. നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിൽ ചെടികളും പുല്ലൊക്കെ വളർത്തിയിരിക്കണം. ഓരോ ബിൽഡിംഗ് നമുക്ക് മുകൾ ഭാഗം കാണാട്ടാ. ഒരു ചെറിയൊരു ഗ്രീൻ ഗാർഡൻ ഒക്കെ നമുക്ക് കാണാം. അപ്പുറ സൈഡിലാന്ന് തോന്നുന്നു നമ്മൾ കണ്ടത് നേരത്തെ. അത് കണ്ടത് ആ സൈഡിലാണ്. അവിടെയൊക്കെ ഉണ്ട് ലേക്ക് വ്യൂ ബിൽഡിംഗ് മൊത്തം. അത് കാരണം നമ്മളിപ്പോ കിട പിടിക്കാനായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് കണ്ട കിടത്തി കാണത്. പക്ഷെ എന്നാലും ഇതിന്റെ അത്ര ഇല്ല. അതെ, നമുക്ക് ഇവിടുന്ന് കാണാം. നമ്മളിത് ശരിക്കും കടല ഞാൻ തന്നെ വിചാരിക്കലുണ്ട്. അത് മിഷിഗൻ ലേക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂട്ടാ. ഇവിടുത്തെ ആൾക്കാരല്ല കേട്ടോ, പുറമെ ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാ. എന്നിട്ടാ പേരെഴുതാൻ പറ്റുമോ? അതിങ്ങനെ മാക്കുമ്പോ ഇങ്ങനെ മാഞ്ഞു പോലെ ഇങ്ങനെ വെച്ച് മാഞ്ചു കൂടണ്ട. പണിയുണ്ട് കേട്ടോ, ചെറുതായിട്ട് പണിയുണ്ട്. നീ മറ്റേ ടച്ച് ടച്ചല്ല. പക്ഷെ അവര് ചെക്കനോട് ഓണായി ചെക്കനോട് അല്ല, പക്ഷെ ഭംഗിയായിട്ട് അവര് എഴുതുന്നുണ്ട്. അതെ, അവര് നകത്തുമ്പോ നമുക്ക് നക്കണ്ടെങ്കിൽ നടക്കണ്ട. അത് ഒറിജിനൽ നക്കാം. അവൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നമുക്ക് കളിക്കില്ല. എനിക്കോട് ഇങ്ങനെ കാണിക്കാൻ എളുപ്പമായിരിക്കും. അതൊന്നും മതിയെന്നില്ലേ. ഇവിടെ ഇവരെന്താ കുത്തി വെച്ചിരിക്കുന്നുണ്ട്. എന്താ കുത്തലൊക്കെ ഉണ്ടെന്നുണ്ട് ഇടക്കട്ടാ. അതെന്തായാലും നന്നായി. നല്ലൊരു പരിപാടിയാ. നേരം പോക്ക് കേസാടാ അല്ലേ? അതിങ്ങനെ വൈപ്പറിന്റെ പോലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കളറ് നിങ്ങടാക്കി നിങ്ങടായി പണിണ്ട് ആയി. ഇങ്ങട് ആയി കുറച്ചേരം പിടിച്ചു. പറ്റില്ല. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്ത് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ടാ. ഓരോ ബിൽഡിങ്ങിൽ 11, 12 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മിഷിഗൻ ലേക്ക് നോക്കി നിൽക്കണ ചിക്കാഗോളത്തെ അത്ഭുത ബിൽഡിങ്ങുകളുടെ അമ്പലച്ചുംബികളായ ബിൽഡിങ്ങുകൾ. ഇത്രയും പൊക്കത്തില് ഗ്ലാസിന്റെ മേലെ കൂടെ നടക്കാം. നീ നടക്കണത് കാണാൻ പറ്റില്ല എനിക്ക്. ഞാൻ ഒറ്റയ്ക്ക് പേടിച്ചാൽ മതി. എനിക്ക് ഹൈറ്റ് പേടിയാ. യു ക്യാൻ. നമ്മളിപ്പോ നടക്കണത് അതിൽ കൂടെ. ഞാൻ നിക്കില്ല കേട്ടോ, എനിക്ക് പറ്റില്ല. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണം നമുക്ക് വേണമെങ്കിൽ പൊക്കടാ. 40 മുതലൊക്കെ പറ്റില്ലേ? പേടിയാവും, ശരിക്കും പേടിയാവും. നേരത്തെ എന്തൊക്കെ പറയണ്ടല്ലോ. അല്ല, ഇങ്ങനെ കാണാനല്ലേ ചെക്കൻ കമോൺ. ചെക്കൻ മുകളിലേക്ക് നോക്കാണ്ടിരുന്നാ നോക്കിയ കാല് കൂടെ എന്റെ കൈ പിടിക്കണ്ട, ഞാൻ കൈ തരില്ല. ധൈര്യം കാണിച്ചു ചോദിച്ചേട്ടൻ തന്നെടാ. കാലിന് നല്ലൊരു കറി ഉണ്ട് മുത്ത. 110 ആദ്യം നോക്കാൻ പറ്റില്ല. നീ നേരപ്പായാണ് ചായക്കടയിൽ ചാരി നിൽക്കണ അത് കളി. അതായത് സമ്മതിച്ചു. എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഹാർട്ട് അടിക്കും. എന്റെ കാലിങ്ങനെ വെച്ചു വെച്ചു വെച്ചു. അങ്ങനെ സങ്കല്പിക്കണ്ട. ഇതെങ്ങനെ ഒരു ഫ്രെയിം നിർത്തി. ഞാൻ 110 കിലോനാണേ പണിന്റെ. അല്ല, സ്ട്രോങ് ആയിരിക്കും. ഒരിക്കലും അവര് വെയിറ്റ് ഒന്നും ചോദിക്കില്ലല്ലോ. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ
എന്റെ വീട്ടുകാര് ഞാൻ രക്ഷപ്പെടില്ല, ഞാൻ വിചാരിച്ചൂലേ 10 മില്യൺ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഇത് ധൈര്യത്തിനെ പറയാണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇല്ല പറ്റില്ല. സാധനം നിനക്ക് പറ്റില്ല. കാറ് പോണേക്കടെ മുത്ത് 3-ാമത്തെ നില അടിഭാഗത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അടിയിൽ കാറ് പോകാനുണ്ടോ, അതെ പോണണ്ട. അത് ട്രൈ ചെയ്യണല്ലോ താനപ്പോ. ഇളകുണ്ട്. വേണ്ട 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 വേണ്ട. നല്ല രസമുണ്ടല്ലോ ചാരി അവിടെ നിന്ന് മാറുന്നേ. ആ മൂലക്കിലേക്കാണ് പറഞ്ഞല്ലേ, എനിക്ക് പറ്റില്ല. ഇവിടെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കിട്ട് എനിക്ക് പറ്റടാ. രണ്ട് മിനിറ്റ് എങ്ങനെ വേറെ വരൂട്ടപ്പോ. എനിക്ക് പേടിയാ. പക്ഷെ നമ്മള് താഴേക്ക് വീഴണതായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഒരു പേടി വരും. ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇവിടെ വരുമ്പോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, എനിക്ക് ആ ഭയം, ഹൈറ്റിന് പേടിയുള്ള ഒരു ഭയം എനിക്ക് ഈ അടുത്ത കാലത്തൊക്കെ കയറിയതൊക്കെ. പക്ഷെ എന്തായാലും നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തായാലും $40 മുതലായി അല്ലേ? ബോട്ടല്ലേ? ചിക്കാഗോ റിവർ ആണ് അത്. ചിക്കാഗോ റിവർ കൂടെ ബോട്ട് കാറും ഡ്രസ്സിലൊക്കെ പോയിട്ടോ. നോക്കി ഡ്രസ്സിലൊക്കെ പോണെങ്കിൽ അതൊക്കെ പിടിച്ചു കയറി. മേളിലേക്ക് നേരെ നോക്കിയാ മതി, താഴേക്ക് നോക്കണ്ട. സിമ്പിളാണ് പരിപാടി. എന്നിട്ട് നേരെ നോക്കിയാ, എന്നിട്ട് ഈ ഗ്ലാസ് പിടിച്ച ഇല്ലില്ല, അങ്ങോട്ട് തിരിയരുത്. ഈ റൈറ്റ് സൈഡിലെ ഗ്ലാസ് പിടി, ഈ ഗ്ലാസ് പിടി. എന്നിട്ട് അങ്ങോട്ട് ചേർന്ന് നിന്ന് ആ സൈഡിലേക്ക് ചേർന്ന് നിൽക്ക്. സിമ്പിൾ പരിപാടി, എളുപ്പമാ. ആ കൈ വിട്, എന്നിട്ട് അങ്ങോട്ട് ചേർന്ന് നിന്ന്, ഇങ്ങനെ ചേർന്ന് നിന്ന് ഇനി ഒന്ന് താഴേക്ക് നോക്കിയിട്ട് വീഴണം സങ്കല്പിച്ച്. ട്രാവലിസ്റ്റാ അതിലേക്ക് നോക്കാണ്ട് ഞാൻ പതുക്കെ പുറത്തേക്ക് കയറിട്ടേ. റെഡി ഉണ്ട് അല്ലേ? ഇല്ല, പക്ഷെ അടിയിലേക്ക് നോക്കി കാണ്, അപ്പോഴാണ് അതിന്റെ ഒരു ഫീല്. പേടിക്കാണ്ട് അടിയിലേക്ക് അടിയിലൊക്കെ പറ്റില്ല. നിങ്ങൾ വരുമ്പോ നിങ്ങൾ ട്രൈ ചെയ്യാം. സ്റ്റാൻഡപ്പ് ഉണ്ട് നിങ്ങളൂടെ വരിക. ഇവരവിടെ കിടന്നും പറഞ്ഞൊക്കെ ഷോട്ട് എടുക്കണോ? നീ എടുക്കും, ഞാൻ ഫോട്ടോ എടുക്കാം. ഇവര് മറ്റേ സിമ്പിളായിട്ട് മറ്റേ കിടക്കര മുകളിൽ നിൽക്കണ പോലെ നിൽക്കണ ഇടാവക. മകനപ്പന ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കട്ടാ. പേടിയില്ലാത്തവർക്ക് ഇതൊക്കെ സിമ്പിൾ പരിപാടിയാ. നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് പേടി. എന്നാലും പേടിയുണ്ട്, സമ്മതിക്കണം. നോക്കിയാലോ അവിടെ ഒരു റോഡ് പോണക്കി നിങ്ങളവിടെ എത്ര പ്രായ തിരിഞ്ഞു പോണല്ലേ? ആ റോഡിൽ വന്നല്ലേ? കാണുമ്പോ തോന്നിട്ടാ പാമ്പഴണ പോലെ കേട്ടാ. 1, 2, 3, 4, 5, 6 ലെയർ കേട്ടാ. ചെക്കനോടൊക്കെ എടുക്ക്, ചെക്കനൊക്കെ എടുക്കാനുള്ള അവകാശം ഉണ്ട് കേട്ടാ. പാനിക്കറ്റൊക്കെ വരില്ല മതി. മുത്തേറ്റോ ഓക്കെ. ഇതിന്റെ എക്സ്പീരിയൻസ് 1.5 ഇഞ്ചുള്ളോ ഗ്ലാസിന്റെ കാണാം. 1.5 ഇഞ്ച് ഇത്ര ഉള്ളോ? ഇതിന്റെ മുകളിലാണ് നമുക്ക് കയറി വന്നത്. ഇതിന്റെ ഗ്ലാസ്സില്ല, ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവര്. വീലെന്ന് ഉറപ്പിലൊക്കെ പോയി നിന്നത്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ആ അത്ഭുത കാഴ്ച കണ്ട് പതുക്കെ തിരിക്കണട്ടാ. ഒരു കാലത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ടാ. ഇവിടെ നമുക്ക് ഫുൾ കാഴ്ച കാണാം. മിഷിഗൻ ലേക്ക് നമ്മളെ നോക്കി. ശരിക്കും ഒരു കടലില്ലാന്ന് എങ്ങനെ നമുക്ക് ഇതിന് പറയാൻ പറ്റാല്ലേ? അതൊരു കാഴ്ച തന്നെയാണ്. ഇതിന്റെ അറ്റം കനേഡിയൻ ബോർഡറാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കാഗോ നഗരത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ തിരിക്കുന്ന അടുത്ത കാഴ്ചകളിൽ. ആ ബോട്ട് പോകാനായിട്ട് ഓപ്പൺ ചെയ്താന്നല്ലേ? റെയിൽവേ ബ്രിഡ്ജ് ആണല്ലേ? 3 സ്റ്റെപ്പായിട്ട് നിൽക്കട്ടാ. അതാണ് ചിലപ്പോ കുറച്ച് കണ്ടായിരിക്കട്ടോ. ആ വണ്ടി പോണ ബ്രിഡ്ജും പൊന്താളാണ്. അത് കണ്ട വലിയ കപ്പൽ വരുമ്പോ അതും പൊന്തുട്ടോ. അതിന് മുമ്പ് നോക്കിയാൽ അത് കണ്ട അതും പൊന്താളാണ് കേട്ടോ. ഇതിപ്പോ 2022 പണിത സംഭവം കേട്ടോ. അത് 1800 അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണ്. അതിന് അത്ഭുതം കേട്ടോ. അതിന് നമ്മൾ ഇതിനൊരു കണ്ടന്റ് ആയിട്ട് പറയണത്. ഇപ്പത്തെ കാലത്ത് നമുക്ക് എന്ത് സംഭവിപ്പിക്കാം. അന്ന് ഇത്രയ്ക്ക് ദീർഘവീക്ഷണത്തോടെ ചെയ്യാനായിട്ട് കാണിച്ച അമേരിക്കൻ ബുദ്ധിയുണ്ടത്. അപ്പൊ നമ്മുടെ 103 എന്ന നിലയിലെ മേലെ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പതുക്കെ എക്സിറ്റ് അടിക്കട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴത്തേക്ക് ഇറങ്ങി നമ്മളത് പാർക്കിങ്ങിലേക്ക് പോണു. അപ്പൊ നമുക്കിവിടെ ചിക്കാഗോന്റെ ഫ്ലാഗ് കാണാം. അത് കണ്ട അമേരിക്കൻ ഫ്ലാഗിന്റെ ഒപ്പം തന്നെ ചിക്കാഗോനും ഓരോ സിറ്റിക്ക് ഓരോ ഫ്ലാഗ് ഉണ്ടല്ലേ? ഇല്ലിനേഴ്സിന്റെ അല്ല, ചിക്കാഗോന്റെ ഫ്ലാഗ് കേട്ടാ. ഇവിടെ ഓരോ സിറ്റിക്ക് ഓരോ ഫ്ലാഗ് ഉണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന് വണ്ടി എടുക്കണ്ട. ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അനിൽ കണ്ടെന്ന് തോന്നിയാ ബിൽഡിംഗ് ഹെവി തന്നെയാ. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതെ. നമ്മള് വീഡിയോയിൽ എത്രത്തോളം അതിന്റെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം. നിങ്ങൾ ചിക്കാഗോയിൽ വരാണെങ്കിൽ എന്തായാലും ചെയ്തോട്ടോ. അപ്പൊ നമ്മളിനി കാണിക്കാൻ പോണതേ ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസ് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോണത്. എല്ലാതും ഹെവി കണ്ടന്റ് ആട്ടാ. നമ്മള് റൂട്ട് 66 പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. ചിക്കാഗോയിൽ തുടങ്ങി ലോസ് ആഞ്ചലസിൽ അവസാനിക്കുന്നത്. അപ്പൊ റൂട്ട് 66 സ്റ്റാർട്ട് ചെയ്യണത് ചിക്കാഗോയിൽ എവിടുന്നാ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ തപ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ഈ മെയിൻ ടൗണിന്റെ ഹൃദയത്തിൽ എവിടെ ഇരിക്കുന്നത്. ആ ഒരു ഹിസ്റ്റോറിക്കൽ സൈൻ ബോർഡ് നമുക്ക് കണ്ടുപിടിക്കാട്ടാ.
നേരത്തെ പറഞ്ഞ കോൺഗ്രസ് ഹോട്ടൽ നമ്മൾ കാണുന്നത് തൊട്ടടുത്ത് കൂടെ നമ്മൾ കയറി പോകണം കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ആ വലിപ്പം അറിയണല്ലേ. 150 വർഷം പഴക്കമുള്ള കേട്ടോ മിഷിഗൻ അവന്യൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രിയുടെ ഭംഗി പോലും ആസ്വദിക്കാൻ പറ്റുന്നു. ചിക്കാഗോ രാത്രി കാഴ്ചകളിലേക്ക് പതുക്കെ മാറി തുടങ്ങിയിട്ടാണ്. നമ്മൾ 4 മണി 4:30 ആയിട്ടുള്ളെങ്കിലും ഇവിടെ ഇപ്പോൾ വിന്റർ ആയാലും പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ടാ. അതുപോലെ ലൈറ്റുകളൊക്കെ പതുക്കെ പൊന്തി തുടങ്ങി. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിക്കാഗോ ഉണ്ടാ. ആർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തേക്ക് പോയാലും അതിനൊരു വാല്യൂ ഉണ്ടെന്നൊരു തിരിച്ചറിവും കൂട്ടിയുണ്ടത്. ലോകത്തെ എവിടെ പോയാലും ആർട്ടിൻ്റെതായ ഒരു സെഗ്മെന്റ് എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. ദി ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിക്കാഗോ. അതിൻ്റെ മുകളിൽ സിംഹരിക്കണൊക്കെ പിന്നെ ഈ സമയത്ത് കാണാൻ ഭംഗിയില്ല. ഇടത്തിൽ വെളിച്ചത്ത് കാണുമ്പോൾ ഭംഗി ഉണ്ടായിരുന്നത്. നമ്മൾ പോയപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ഈസ്റ്റ് ആഡം സ്ട്രീറ്റ് ആണല്ലേ നമ്മുടെ റൂട്ട് 66 സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ അങ്ങോട്ടാ പോണത്. ഇപ്പൊ നല്ല ബ്ലോക്കാണ്, രക്ഷയില്ല. അപ്പൊ നമ്മൾ റൂട്ട് 66 ആഡം സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യണട്ടാ. നമ്മൾ നേരത്തെ കണ്ട മ്യൂസിയത്തിന്റെ തൊട്ട് ചേർന്ന് തന്നെയാണ്. നമ്മൾക്ക് വഴി തെറ്റി പോയതായിരുന്നു നേരത്തെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിക്കാഗോന്റെ നേരെ മുമ്പിലാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും നോക്കാം. അപ്പൊ റൂട്ട് 66ന്റെ തുടക്കം നമ്മളിവിടെ തുടങ്ങാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിരുന്നു സീരീസ് നടത്തുന്നുണ്ട്. ആരെങ്കിലും റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ 60s പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് പിടിച്ചോളാം. ഇവിടെ നിന്ന് വേണം തുടങ്ങേണ്ട. നമ്മുടെ നേരെ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിക്കാഗോന്റെ നേരെ മുമ്പിൽ ഏതം സ്ട്രീറ്റ് തുടങ്ങുന്നത്. ഏതം സ്ട്രീറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ചിക്കാഗോയിലെ ലോസ് ആഞ്ചലസിൽ പസഫിക് സമുദ്രത്തിന്റെ നോക്കിയിട്ടാണ് ഈ ഒരു റൂട്ട് ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ അടുത്ത സീരീസിൽ നമുക്ക് കാണിക്കാം അല്ലെ. വേണ്ടി ഒരു സീരീസ് നമുക്ക് നടത്താണ്ട്. തീർച്ചയായിട്ടും അതൊരു എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ്. അതെ. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ചിക്കാഗോ ഡൗൺ ടൗൺ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. രാത്രി ആയിപ്പോഴേ വേറൊരു വൈബ് മക്കളെ ആലോചിക്കാൻ പറ്റാത്ത റേഞ്ചിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മള്. അപ്പൊ രാത്രിത്തെ ബാക്കിയുള്ള ഷോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ പിന്നാലെ തരാം. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളോട് പ്രത്യേകം നന്ദി പറയാണ്ട്. ഇങ്ങനെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചിക്കാഗോ അമേരിക്കയിൽ ചിക്കാഗോയിൽ വന്ന് ഇങ്ങനെ വീഡിയോ വ്ളോഗ് ചെയ്യാനുള്ള അനുഗ്രഹം നിങ്ങൾ തന്നാണ്. സൈക്കിൾ സീരീസിലോ അല്ലെങ്കിൽ പഴങ്കഞ്ഞി വെച്ചിട്ട് തുടങ്ങിയ ഈ ചാനൽ ഇന്ന് അമേരിക്കയിൽ ഇവിടെ നിൽക്കണമെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും സപ്പോർട്ട് നിങ്ങളുടെയാണ്. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ വീട്ടുകാർക്കും, എൻ്റെ അടിക്കും അമ്മയ്ക്കും പപ്പയ്ക്കും പെണ്ണിനും എല്ലാവർക്കും ഒരു പ്രത്യേകം നന്ദി. ഞാനിന്നും നന്ദി. ട്രാവലിസ്റ്റ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ. ഐസക്ക് തണുപ്പായി തുടങ്ങിട്ടാ. ജോജേട്ടൻ ഇറങ്ങിയില്ല. ജോജേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ലാത്ത കാരണേ നമുക്ക് ശരിക്കും വേറെ അങ്ങനെ അല്ലേ. ജോജേട്ടൻ ഫുൾ സപ്പോർട്ടോ നമുക്ക്. വലിയൊരു കാര്യം.